നമസ്കാരം. ഇരിങ്ങാലക്കുട ഡോക്ടർ കെ.എൻ. പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ സുവർണ ജൂബിലി വർഷാഘോഷമാണ്. ഒരു പരമ്പരയായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രീതിയിൽ സുവർണം എന്ന പേരിൽ നടത്തപ്പെടുന്ന ഈ സുവർണ ജൂബിലി ആഘോഷ പരമ്പരയിൽ ഈ മാസത്തെ പരിപാടിയായി കലാമണ്ഡലം ലീലാമ്മ ടീച്ചറുടെ അനുസ്മരണ പരിപാടിയായി നടത്തുവാനുള്ള അവസരമാണ് കൈവന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ ലാസ്യഭംഗി തുളുമ്പുന്ന മോഹിനിയാട്ട എന്ന് പറയുന്ന നൃത്തകലയുടെ ഇല്ലെങ്കിൽ നൃത്യകലയുടെ കനത്ത സംഭാവനകൾ നൽകിയ കലാമണ്ഡലം ശൈലിയുടെ നെടുന്തൂണായി വർത്തിച്ച കലാമണ്ഡലം ലീലാമ്മ ടീച്ചറുടെ പേരിൽ അനുസ്മരണ പരിപാടിയായി നടത്താൻ സാധിച്ചതിൽ കഥകളി ക്ലബിന് എന്തുകൊണ്ടും ചാരിതാർത്ഥ്യവും ഒപ്പം തന്നെ മോഹിനിയാട്ട കലാലോകത്തിന് അപൂർവം നടക്കുന്ന ഈ ഇത്തരം അനുസ്മരണങ്ങൾ എന്തുകൊണ്ടും മോഹിനിയാട്ട ലോകത്തിന് അഭിമാനിക്കാവുന്നതാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ മാസത്തെ പരിപാടിയിൽ ഇരിങ്ങാലക്കുടയുടെ തന്നെ അഭിമാനമായ കലാമണ്ഡലം പ്രഷീജിയുടെ മോഹിനിയാട്ട കച്ചേരിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലീലാമ്മ ടീച്ചറുടെ ചിത്രത്തിന് മുമ്പിൽ ദീപം തെളിയിച്ചും ആമുഖമായി ഈ ഒരു അനുസ്മരണത്തിന് ഞങ്ങളെ അനുഗ്രഹിച്ചും ഗുരു നെൽമറ പണിക്കർ ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്തതായി ഭദ്രദീപം തെളിയിച്ച് ഈ അനുസ്മരണ പരിപാടി ആരംഭിക്കാം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏവരെയും ഈ ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ഈ പരിപാടിയിലെത്തിയ എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2 വാക്ക് പറയുന്നത് അത്രേ ഉള്ളൂ. കലയെപ്പറ്റി ഒന്ന് പറയാം. അതാണ് കലയ്ക്ക് എന്തുമാത്രം പ്രോത്സാഹനം കൊടുക്കണം, അല്ലെങ്കിൽ കലയെ എങ്ങനെയൊക്കെ ആദരിക്കണം എന്നുള്ള ഒരു ചെറിയൊരു വിവരണം. ഒരു ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ഒക്കെ എല്ലാവർക്കും കലകളുണ്ട്, വ്യത്യസ്തങ്ങളായ കലകളുണ്ട്. ഈ കലകളാണ് അവരുടെ ചൈതന്യം. പണ്ഡിതരിങ്ങനെയാണ് പറയുക, സംസ്കാരം നാടിൻ്റെ നട്ടെല്ലാണെങ്കിൽ കല അതിൻ്റെ ചൈതന്യാവിഷ്കാരമാണെന്ന് പറയാം. കലയ്ക്ക് വേറൊന്നുകൂടി ഉണ്ട്. നമ്മൾ ദിവസവും ആഹാരം കഴിക്കുന്നത് നമ്മുടെ എനർജി നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ കല മനസ്സിൻ്റെ ആഹാരമാണ്. മനസ്സിനെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാം, മനസ്സിനെ എങ്ങനെയൊക്കെ വ്യാപിപ്പിക്കാം എന്നൊക്കെ ഉള്ള എല്ലാ നമ്മുടെ വളർച്ചയും തളർച്ചയും ഉണ്ടാക്കാനും ഇതിന് കഴിയുന്നല്ല. അതില്ലാതായാൽ നമുക്ക് വല്ല വിഷമങ്ങളും ഉണ്ടാവും, ഏതെങ്കിലും ആവട്ടെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ എത്രയെങ്കിലും ആദരവോടുകൂടി നമ്മൾ ഇനിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. അതിനെ ബാക്കിയുള്ളവർ അകമഴിഞ്ഞ് സഹായിക്കുക എന്ന് ചെയ്താൽ അത് മാത്രം മതി എന്ന് എനിക്ക് തോന്നണം. അതാണ് നമ്മുടെ കലയുടെ ഒരു മഹത്വം. പിന്നെ ലീലാം ടീച്ചറിനെ ഞാൻ കാണുന്നത് വളരെ ഒരു 35-40 വർഷം മുമ്പ് ഗവേഷണം നടത്തി തുടങ്ങിയ ഒരു കാലത്ത് കലാമണ്ഡലത്തിൽ പോയി കുറേ നാൾ പഠിച്ച് അവിടുത്തെ ശൈലിയും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പിന്നെ പുസ്തകം എഴുതാനും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ ആ കാലം മുതൽ എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ലീലാം ടീച്ചറിൻ്റെ
ഇതിലേക്ക് ഞാൻ വന്ന് എനിക്കൊരു വിളക്ക് കൊളുത്തുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അത് വളരെ വളരെ സ്പർശിക്കുന്ന ഒന്നാണ്. കാരണം കലയെ ആദരിക്കുന്ന ചുരുക്കം ചില എന്താണ് ആത്മാവിനോട് ചേർക്കുന്ന ചുരുക്കം ചിലരുള്ള അവർ തമ്മിൽ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഒരു ബന്ധം വരികയാണ്, ഒരു അറ്റാച്ച്മെൻറ്റ്. ഇന്നിപ്പോൾ ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി പറയുന്നു. ഇതിൻ്റെ ഇപ്പോൾ എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ചും രമേശൻ നമ്പീശൻ അവറുകൾക്കും എൻ്റെ ആദരവും ആശംസകളും അറിയിക്കുന്നു. ഇനി ഇത്തരം ധാരാളം ഉണ്ടാവട്ടെ. ഇരിങ്ങാലക്കുട പണ്ടൊരു കാലത്ത് മോഹിനിയാട്ടത്തിന് ഒരുപാട് നർത്തകികൾ ഉണ്ടായിരുന്ന നാടാണ്. പിന്നീട് അത് തീരെ കല്യാണിയമ്മ എന്നൊക്കെ പറഞ്ഞുള്ള അവരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നടവരമ്പ് അതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. പക്ഷേ അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും സാരമില്ല, ഇപ്പോൾ അത് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. സോ ഇരിഞ്ഞാലക്കുടയിലത്തെ എല്ലാ കലാപ്രേമികളും അല്ലാത്തവരും ഇതിന് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ധാരാളം ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ഉണ്ടാവട്ടെ. അതിന് നമ്മളെ കൂടൽമാണിക്യസ്വാമി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ടീച്ചറോട് ഏറ്റവും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ക്ലബിൻ്റെ ലീലാമ്മ ടീച്ചറുടെ അനുസ്മരണം എന്ന ആശയം തന്നെ ഉടലെടുത്തത് അല്ലെങ്കിൽ വന്നു ചേർന്നത് കലാമണ്ഡലം പ്രഷീജയുടെ ഒരു മോഹിനിയാട്ട അരങ്ങിന് ഇരിങ്ങാലക്കുട ക്ലബ്ബ് വേദിയൊരുക്കണം എന്നുള്ള ഒരു നിശ്ചയത്തിൻ്റെ പുറത്തായിരുന്നു. ലീലാമ്മ ടീച്ചർ എടുത്ത ദീർഘകാലം കലാമണ്ഡലത്തിലെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ ടീച്ചറുടെ കീഴിൽ അഭ്യസിച്ചിട്ടുള്ള പ്രഷീജയുടെ ഒരു മോഹിനിയാട്ട അരങ്ങിന് മുമ്പായി ലീലാമ്മ ടീച്ചറെ എങ്ങനെ അനുസ്മരിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ ടീച്ചറുടെ ശിഷ്യകളും പ്രശിഷ്യകളുമായി ആലോചിച്ചപ്പോൾ ഉയർന്നു വന്ന പേരാണ് ഡോക്ടർ ഗീത ശിവകുമാർ. ടീച്ചറുടെ കീഴിൽ ദീർഘകാലം മോഹിനിയാട്ടം അഭ്യസിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ സങ്കേതനിബദ്ധമായ അതിൻ്റെ ആംഗിക ചലനങ്ങളും അതിൻ്റെ ഡൈനാമിക്സും അതിൻ്റെ ഓരോ അംഗക്കണക്കുകളും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക എന്ന് മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ടീച്ചർ കൂടിയാണ് ഡോക്ടർ ഗീത ശിവകുമാർ. മോഹിനിയാട്ട എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന് വേണ്ടി ഒരു പുസ്തകം അവർ രചിക്കുകയുണ്ടായി. മോഹിനിയാട്ടത്തിൻ്റെ നൃത്തസങ്കേതങ്ങൾ. അതെ, വളരെ ആധികാരികമായി മോഹിനിയാട്ടത്തിലേക്ക് പഠനം നടത്തിയിട്ടുള്ള ഡോക്ടർ ഗീത ശിവകുമാറിനെ ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകൾ ക്ലബിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ആധികാരികമായ മോഹിനിയാട്ട വിഷയ സംബന്ധമായ പ്രഭാഷണവും അതിനോടനുബന്ധിച്ചുള്ള ചർച്ചയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഡോക്ടർ ഗീത ശിവകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. സദസ്സിലിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും, പ്രത്യേകിച്ച് ഗുരു നിർമ്മല പണിക്കർ അവർകൾക്കും എൻ്റെ നമോവാകം. ഒരുപാട് ഇമോഷണലായിട്ടാണ് ഇന്ന് ഈ വേദിയിൽ ഈ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ധാരാളം ഓർമ്മകളും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൊങ്ങി വരുന്ന ചില വികാരങ്ങളും എത്രത്തോളം എനിക്കിതിനോട് നീതി പുലർത്താൻ സാധിക്കും എന്നറിയില്ല. എങ്കിൽ പോലും ഒന്ന് ശ്രമിക്കാം. ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ സുവർണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഗുരു കലാമണ്ഡലം ലീലാമ്മയെ അനുസ്മരിക്കുന്നതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈ ഉള്ളവളുടെ ഗുരു കടാക്ഷമായി കരുതുന്നു. രണ്ടു വാക്ക് സംസാരിക്കുവാനും അതിൻ്റെ ചർച്ചകളിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. ഇതിനായി എന്നിൽ വിശ്വാസമർപ്പിച്ച് പവിത്രമായ ഈ കലാക്ഷേത്രത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഈ ക്ലബിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് ശ്രീമാൻ രമേശൻ നമ്പീശൻ അവർകളോടും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രബന്ധാവതരണത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മഹത് വ്യക്തികൾക്കും സർവോപരി
ഏറ്റവും ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന ഗുരു നിർമ്മല പണിക്കർക്കും എൻ്റെ നമോവാകം. ഈ പ്രബന്ധാവതരണത്തിൽ എന്നെ സഹായിക്കുവാൻ സ്വമേധയാ തയ്യാറായ ഡോക്ടർ കലാമണ്ഡലം കൃഷ്ണപ്രിയയോട് ഒരുപാട് കടപ്പാടുണ്ട്. ചില ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് ഇവിടെ ചെയ്തു കാണിക്കുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കൃഷ്ണപ്രിയയോട് ഒരു സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. കൃഷ്ണപ്രിയ എന്ന് ഞാൻ അമ്പിളി എന്ന് വിളിക്കുന്ന കൃഷ്ണപ്രിയ അത് വളരെ സന്തോഷപൂർവ്വം സഹായം ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തു. ടീച്ചറുടെ മകൻ കണ്ണൻ എന്ന് വിളിക്കുന്ന കൃഷ്ണപ്രസാദ് ഒപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. കൃഷ്ണപ്രസാദിനോടും ഒരുപാട് കടപ്പാടുകൾ എനിക്കുണ്ട്. കാരണം ആ 2 മക്കളിൽ ഒരുപക്ഷെ എന്നെ നടുക്ക് നിർത്തിയിട്ടായിരിക്കും ടീച്ചർ ഒരു ശിഷ്യ എന്നതിലുപരി ഒരുപാട് കാര്യങ്ങൾ വ്യക്തിപരമായി വൈയക്തിക ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അധ്യാപന ജീവിതത്തിലും എല്ലാം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഗുരുവാണ്, ആചാര്യയാണ് കലാമണ്ഡലം ലീലാമ്മ ടീച്ചർ. അതുകൊണ്ട് അമ്മയാണോ എന്ന് പ്രത്യേകം എനിക്ക് എടുത്തു പറയാനുള്ള ഒരു അവകാശം കൂടി ഉണ്ട്. ഇനി കൂടുതൽ ദീർഘിപ്പിക്കാതെ വിഷയത്തിലേക്ക് വരികയാണ്. നമുക്കെല്ലാം അറിയാം, മോഹിനിയാട്ടം, കഥകളി, കൂടിയാട്ടം എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് കലാമണ്ഡലം എന്ന പേരായിരിക്കും. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ, കലാമണ്ഡലം എന്ന പേര് കേൾക്കുമ്പോൾ കുറേ പ്രതിഭാധനന്മാരുടെ പേരുകളും ചിത്രങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും, ഓർമ്മകളിലെത്തും. ഇനി മോഹിനിയാട്ടം എന്ന പേര് കേൾക്കുമ്പോഴോ തീർച്ചയായും കേരള കലാമണ്ഡലത്തിനെയും കേരള കലാമണ്ഡലത്തിൻ്റെ മോഹിനിയാട്ടത്തിൻ്റെ മുഖമുദ്ര പതിപ്പിച്ച ലീലാമ്മ ടീച്ചറെയും ഓർക്കാതെ തരമില്ല. ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയുമോ എന്നറിയില്ല. ഏതായാലും ഞങ്ങളുടെ കാലഘട്ടങ്ങൾ വരെ, ഈ 2017 വരെ ടീച്ചറോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ടീച്ചറെ പറ്റി ഓർക്കുവാൻ, പറയുവാൻ എനിക്കുണ്ട്. ടീച്ചറുടെ മോഹിനിയാട്ടത്തിൻ്റെ സംഭാവനകൾ ആണ് ഇന്നത്തെ വിഷയം. അതിൽ ചുവടുകളുടെ അംഗസൗഭഗമാണ്. ഇതെങ്ങനെയാണ് ഒരു ഗുരു എന്ന നിലയിൽ, അല്ലെങ്കിൽ ആചാര്യ എന്ന നിലയിൽ, ഒരു അധ്യാപിക എന്ന നിലയിലൊക്കെ ടീച്ചർ ഇതിനെ നോക്കിക്കണ്ടത്, എങ്ങനെയാണ് ഈ സംഭാവനകൾ നമുക്ക് ലഭിച്ചത് എന്നുള്ള. ടീച്ചർ ഒരിക്കലും സംഭാവന ചെയ്യുക എന്ന രീതിയിൽ അതിനെ കണ്ടിട്ടില്ല. അവനവന് പറ്റാവുന്ന കാര്യങ്ങൾ ഒരുപാട് ഡെപ്തിൽ തന്നെ ടീച്ചർ ചെയ്തു വെച്ചിരുന്നു. അതിനെ ആവശ്യമുള്ളവർ എടുക്കുക എന്നുള്ളതായിരുന്നു രീതി. അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവങ്ങളുടെയും ചിന്തകളുടെയും വിശകലനങ്ങളുടെയും തുടരെയുള്ള പഠനങ്ങളുടെയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചത്തിൽ മാത്രമാണ് ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. ഈ പ്രബന്ധാവതരണത്തിൻ്റെ ലക്ഷ്യം അഥവാ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ഗുരു ലീലാമ്മ ചിട്ടപ്പെടുത്തിയ അഥവാ മോഹിനിയാട്ടത്തിൻ്റെ ലോകത്തിന് നൽകിയ വിലപ്പെട്ട സംഭാവനകളിൽ ഒന്നായ അടവുകളുടെ സൗന്ദര്യശാസ്ത്രം ശാസ്ത്രഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ അഥവാ ശരീരചലന ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ അപഗ്രഥിക്കുവാൻ ശ്രമിക്കുക എന്നതു മാത്രമാണ്. ഇതിൽ തന്നെ വിഷയത്തിലേക്ക് വരികയാണ്. അടവുകൾ എന്ന പേര് എല്ലാവരും കേട്ട് കാണും. ഇതിന് വളരെ ഒരു കലാശാസ്ത്രീയമായി അഭ്യസിക്കണമെങ്കിൽ വളരെയധികം ചിട്ടവട്ടങ്ങൾ ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും പ്രധാനമായ, അതിനൊരു കൃത്യമായ ബൗണ്ടറിയുള്ള ഒരു വാക്കാണ് ഈ അടവ് എന്ന് പറയുന്നത്. ചിട്ട ഒട്ടും തന്നെ കളയാൻ പറ്റാത്ത വിധത്തിൽ ശരീരത്തിനെ പാകപ്പെടുത്തി എടുക്കുന്നത് കളരികളിൽ കൂടെയാണ്. ഈ കളരികൾ കേരള കലാമണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ എൻ്റെ അറിവിൽ ഗുരു സത്യഭാമ മുതലുള്ളവരെയാണ് എനിക്കറിയുക. അതുകൊണ്ട് ഗുരു സത്യഭാമയുടെ ശിഷ്യയായിട്ടുള്ള ഗുരു ലീലാമ്മയും ഗുരു ഹൈമവതി തുടങ്ങിയ ആളുകൾ പിന്തുടർന്നു പോന്നിട്ടുള്ള, അവർ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ അറിവിലേക്കുള്ളത്. ഗുരു നിർമ്മല പണിക്കരെ പോലെയുള്ളവർ ചരിത്രപരമായ അവലോകനം നടത്തി ഒരുപാട് ഗവേഷണങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. അതെല്ലാം ഒരു പരിധിവരെ എനിക്ക് വായിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ എൻ്റെ ഗവേഷണ പ്രബന്ധത്തിലെ വിഷയവുമാക്കിയിട്ടുണ്ട്. ഇവിടെ ലീലാമ്മ ടീച്ചർ ചെയ്തത് ചരിത്രപരമായ അവലോകനത്തിനപ്പുറത്തേക്ക് മോഹിനിയാട്ടം എന്താണ് എന്നുള്ളത് ടീച്ചറുടെ ചലനശാസ്ത്രത്തിൽ കൂടി
ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് ഒരിക്കലും വായ കൊണ്ട് പറഞ്ഞിട്ടല്ല, ചെയ്തു കാണിക്കുന്ന രീതിയായിരുന്നു ടീച്ചർക്കുണ്ടായിരുന്നത്. ആദ്യം തന്നെ ചെയ്തത്, ഗുരു സത്യഭാമ ചെയ്തു വെച്ചിരിക്കുന്ന ആദ്യത്തെ 30 അടവുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അടവുകളുടെ എണ്ണം കൂട്ടി 6 ഗ്രൂപ്പുകളായി അടവുകളെ തിരിച്ചു. ഏതാണ്ട് 50-60ഓളം അടവുകൾ വരുന്ന ഗണങ്ങൾ മൊത്തം 6 ഗ്രൂപ്പിലും കൂടിയായി 50-60 അടവുകൾ വരുന്ന ഗ്രൂപ്പുകളാണ് ഇത് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ തീർമാനാടവുകൾ, പിരിവടവുകൾ, ചില്ലടവുകൾ എന്നെല്ലാം പറഞ്ഞ് അതിനും വേറെ കാറ്റഗറി ആയി വിഭജിച്ചു. ഇനി ഇത് എന്തിനാണ് ചെയ്തത്? 30 അടവുകൾ മതിയായിരുന്നില്ലേ എന്നാണ് ചോദ്യമെങ്കിൽ 30 അടവുകൾ മതിയായിരുന്നു. അന്ന് സത്യഭാമ ടീച്ചർ ചിട്ട ചെയ്ത ശങ്കരാഭരണം, തോടി, രാഗങ്ങൾ തുടങ്ങിയ വർണ്ണങ്ങളിലെല്ലാം തന്നെ ഈ 30 അടവുകളുടെ സമാഹാരം തന്നെയാണ് ഇനങ്ങളിൽ മൊത്തമായി കാണുന്നത്. ലീലാമ്മ ടീച്ചർ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായി കൊറിയോഗ്രാഫി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ അടവുകൾ ഒരേപോലെ എങ്ങനെ വ്യാപരിപ്പിച്ചാലാണ് കൂടുതലായി ടീച്ചറുടെ ശരീരത്തിന് ഒരു ഭംഗി ഉണ്ടാവുക, ടീച്ചറുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ടീച്ചർ ചെയ്യുന്ന അവതരണത്തിന് മിഴിവേകാൻ പറ്റുന്ന തരത്തിൽ അടവുകളെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ടീച്ചർ ചിന്തിച്ചത്. ഞാനിത് ഇത്ര ധൈര്യമായി പറയാൻ കാരണം ആ ചിന്ത എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 2000-ൽ തുടങ്ങിയ ഒരു ചിന്തയാണിത്. 2001-ൽ അത്താണിയിൽ വെച്ച് നടന്ന ശില്പശാലയിൽ ഈ അടവുകളെ ഒരുപാട് കുട്ടികൾക്ക് പരിശീലിപ്പിച്ചു. അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഇന്നും എൻ്റെ കളരിയിൽ പിന്തുടരുന്നത് ലീലാമ്മ ടീച്ചറുടെ ഈ ഗണങ്ങളാക്കി തിരിച്ച അടവുകൾ തന്നെയാണ്. അതുകൊണ്ട് ആദ്യത്തെ അടവ് മുതൽ ഗണം 6ാമത്തെ അവസാനത്തെ അടവ് വരെ പരിശീലനം കിട്ടിയ ഒരു വിദ്യാർത്ഥിനി തന്നെയാണ് ഞാൻ. അതുകൊണ്ടാണ് ടീച്ചർ ഓരോ സമയങ്ങളിലും പറയുമ്പോൾ ആ വാക്കുകൾ ഇപ്പോഴും അത് ഉള്ളിൽ പലയിടങ്ങളിലായി ഓർമ്മയുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റുമോ എന്നറിയില്ല. അടുത്തത് ഈ അടവുകളുടെ ഗ്രൂപ്പിംഗ് വന്നത് ഈ വർണ്ണം കൊറിയോഗ്രാഫി തുടങ്ങിയത് മുതലാണെന്ന് പറഞ്ഞല്ലോ. സാധാരണ നിലയിൽ വർണ്ണമെല്ലാം പത്മനാഭനെ ആശ്രയിച്ചു കൊണ്ടുള്ള പത്മനാഭനോട് വിരഹാഭ്യർത്ഥന നടത്തുന്ന നായികയുടെ ഭാവമാണ് സാധാരണ വർണ്ണങ്ങളിൽ കാണുന്നത്. നായിക ഭാവം. ഇതിൽ നിന്ന് വ്യത്യാസമായ ടീച്ചർ ചെയ്തത് പത്മനാഭനെ മാറ്റി ശിവനോട് പാർവതി ശിവൻ്റെ ഒരു വർണ്ണം ടീച്ചർ കൊറിയോഗ്രാഫി ചെയ്യുകയുണ്ടായി. അതെനിക്ക് തോന്നുന്നു 1997-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇവിടെ കലാമണ്ഡലം കവിത കൃഷ്ണകുമാർ എന്ന് പറയുന്ന ടീച്ചറുടെ ശിഷ്യയ്ക്ക് വേണ്ടിയിട്ടാണ് അത് കൊറിയോഗ്രാഫി ചെയ്തത്. ശ്രീരാഗത്തിലായിരുന്നു. അതാണ് ടീച്ചർ ചെയ്തതിൽ ഏറ്റവും ആദ്യം ഉണ്ടായിട്ടുള്ള ഒരു നാഴികക്കല്ല്. ടീച്ചറുടെ വർക്കുകളിൽ ഒരു നാഴികക്കല്ലെന്ന് പറയുന്നത് ഇത് കൊറിയോഗ്രാഫി ആയിരുന്നു. അവതരണങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ, ഗുരു സത്യഭാമ ചെയ്യുന്ന അടവുകൾ അല്ലെങ്കിൽ ഇനങ്ങളെല്ലാം തന്നെ രംഗത്തേക്ക് വരുമ്പോൾ ഗുരു ലീലാമ്മയുടെ ശരീരത്തിൽ കൂടെ കാണുമ്പോൾ അതിന് മറ്റൊരു മാനം കാണാതെ ആരും തന്നെ ആ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി കാപ്പിയിലുള്ള സുമസായക വർണ്ണം അത് ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇന്നും ഉറപ്പാണ് ലീലാമ്മ ടീച്ചർ ചെയ്തതുപോലെ അത്ര ഭംഗിയായി കേരള കലാമണ്ഡലം ശൈലിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ഗുരുവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് അത് ചെയ്യുവാൻ മറ്റൊരു നർത്തകി അല്ലെങ്കിൽ ഒരു ആചാര്യ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് ഞാനിവിടെ ഉറപ്പിച്ച് പറയുകയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഓരോ പല്ലവിയും അനുപല്ലവിയും കഴിഞ്ഞു പോകുന്ന ചാരികളിൽ വളരെ സിമ്പിളാണ്. കാല് പുറകിലേക്ക് എടുത്ത് പിന്നിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു ഭാഗത്തിൽ തന്നെ കാല് പുറകിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ഈ കഴുത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു കാലത്തും ഞാൻ ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും ഒരിക്കലും സാധിക്കാത്ത ഒരു സിദ്ധി ആ ടീച്ചറുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു, മനസ്സിലുണ്ടായിരുന്നു, ബുദ്ധിയിലുണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഉറപ്പിച്ച് പറയുവാൻ ഇത്രയും കാലത്തെ 2017 ടീച്ചർ വിട്ടുപോയെങ്കിലും ഇന്നും ഈ സാന്നിധ്യം ഇവിടെ ഞാൻ അറിയുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുന്നത്. ഈ അടവുകൾ ഗ്രൂപ്പുകളാക്കി തിരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ 30 അടവുകൾ ഉണ്ട്. ഈ ഗ്രൂപ്പുകളിലെല്ലാം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഈ 30 അടവുണ്ട്. പക്ഷെ ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്ന് ഒരു കുട്ടിയെ എങ്ങനെ 8ാം ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള ടീച്ചറുടെ ഒരു ചിന്ത, ആദ്യം കാല് നിലത്ത് ഉറപ്പിച്ച് വെച്ച് അരമണ്ഡലം എന്ന് പറയുന്ന ആ നിലയിലേക്ക് നിർത്തണം എന്നുള്ളതാണ് ടീച്ചറുടെ ഒരു
ആദ്യത്തെ, അതുകൊണ്ട് തന്നെ അടവ് തുടങ്ങുന്നതിന് മുമ്പ്, നമസ്കാരക്രിയ തുടങ്ങുന്നതിന് മുമ്പ് ആ പോസ്ചർ എന്താണ് എന്ന് പറയുവാൻ ടീച്ചർ പറഞ്ഞിരുന്നത് വൈഷ്ണവ നില എന്നായിരുന്നു. ഇത് നാട്യശാസ്ത്രം പഠിച്ചിട്ടല്ല ടീച്ചർ ഇതൊന്നും പറഞ്ഞു. എനിക്കറിയാം, സത്യം പറഞ്ഞാൽ വായിക്കാൻ വളരെ മടിയുള്ള കൂട്ടത്തിലായിരുന്നു പലപ്പോഴും. അതും എനിക്ക് അനുഭവമാണ്. ഈ വായന ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അടുത്തിരുന്ന് വായിച്ചു കൊടുത്തിട്ടുണ്ട്. ടീച്ചറുടെ പുസ്തകം എഴുതുമ്പോഴും ആദ്യാവസാനം പബ്ലിഷ് ചെയ്യുന്നത് വരെ അതിലൊരു സ്പേസ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നമസ്കാരക്രിയയുടെ തുടക്കത്തിൽ കാലെങ്ങനെ തട്ടിയിരിക്കണമെന്ന് പറയുവാൻ ഒരു നിയമം ടീച്ചർ ആദ്യമായി കൊണ്ടുവന്നു. സമപാദത്തിൽ നിന്നുകൊണ്ട് ഈ കാലുകൾ ചേർത്ത് വെച്ച് നിൽക്കുന്നതിനെ സമം എന്നുള്ള വാക്കിലാണ് ടീച്ചർ പറഞ്ഞിരുന്നത്. പാദങ്ങൾ പാർശ്വങ്ങളിലേക്ക്, കോർണറുകളിലേക്ക് തിരിച്ചു വയ്ക്കുന്നു. വിരലഗ്രങ്ങൾ കോർണറുകളിലേക്ക് തിരിച്ചു വയ്ക്കുന്നു. ഞാനിത് എടുത്തു പറയുന്നത് ഇതിനെല്ലാം ശാസ്ത്രീയത ഉറപ്പിച്ച് പറയുവാൻ നമുക്ക് സാധിക്കും. സംഗീത രത്നാകരം എന്ന ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേശീയ സ്ഥാനങ്ങളായിട്ട്. ഇത് നാം ഗവേഷണം ചെയ്യുന്നവർ ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്, ഇന്നത്തെ ഞങ്ങളെപ്പോലെയുള്ള തലമുറയിലുള്ളവർ. തുടർന്ന് ഉപ്പൂറ്റി പോക്കുന്നു, ഉപ്പൂറ്റി പുറകിലേക്ക് തിരിക്കുന്നു, തിരിച്ച് പതിപ്പിച്ച് വെക്കുകയാണ്. വീണ്ടും പാദങ്ങൾ തിരിച്ചു വയ്ക്കുന്നു കോർണറുകളിലേക്ക്, അര താഴ്ത്തുന്നു. ഈ ഒരു നില കൈ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കുന്നത് മോഹിനിയാട്ടത്തിൻ്റെ കൈയിൻ്റെ നിലയാണ്. കൈമുട്ട് സ്വല്പം മടക്കി പിടിച്ച് ഒരു റേഡിയസ്, നെഞ്ചിൽ നിന്ന് ഒരു വട്ടം, ദേഹത്തിന് ചുറ്റും ഒരു വട്ടം വരച്ചാൽ ആ റേഡിയസ് കീപ്പ് ചെയ്തുകൊണ്ട്, അതായത് നെഞ്ചിൽ നിന്ന് കൈമുട്ട് മുതൽ കൈമുട്ട് വിരലഗ്രം വരെ എവിടെ കൈകൾ പോകുന്നോ അത് ആ റേഡിയസിനുള്ളിൽ തന്നെ ആയിരിക്കണം എന്ന് ടീച്ചർ ശഠിച്ചിരുന്നു. ഈ നില, ഇതാണ് മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന നില എന്ന് ടീച്ചർ പറഞ്ഞിരുന്നത്. ഈ കൈയിൻ്റെ ഈ ഒരു ഷേപ്പ്, അതുപോലെ കാലിൻ്റെ ഷേപ്പ്, ഇതെല്ലാം കൂടിയിട്ട് ടീച്ചർ പറഞ്ഞിരുന്ന പേര് ഇതിന് വൈഷ്ണവ നില എന്നായിരുന്നു. വൈഷ്ണവ നില എന്നാണ് ടീച്ചർ പറഞ്ഞിരുന്നത്. ഈ വൈഷ്ണവ നിലയ്ക്ക് നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ വേറെയാണ്. ഇതല്ല വൈഷ്ണവ നില നാട്യശാസ്ത്രത്തിൽ. അതുകൊണ്ട് തന്നെ അവിടുന്ന് തുടങ്ങിയതായിരുന്നു എൻ്റെ അന്വേഷണം. എന്തിന് ടീച്ചർ ഇതിന് വൈഷ്ണവ നില എന്ന് പറഞ്ഞു? ചോദിച്ച ചോദ്യത്തിന് ടീച്ചർ ഉത്തരം പറഞ്ഞത്, ഇത് ഗോപിക്കുറിയുടെ ആകൃതിയല്ലേ കൈ പിടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിനെ വൈഷ്ണവ നില എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ടീച്ചർ പറഞ്ഞുള്ളൂ. കൈ ഗോപിക്കുറിയുടെ ആകൃതിയാണെങ്കിലും കാലിന് ഗോപിക്കുറിയുടെ ആകൃതി വന്നില്ലല്ലോ, അപ്പം പിന്നെ എങ്ങനെ ഇതിന് വൈഷ്ണവ നില എന്ന് പറയാം? ആ സ്ഥാനത്തിനാണ് ടീച്ചർ പറഞ്ഞിരുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, കുട്ടി അത് കണ്ടുപിടിക്കൂ. തുടർന്ന് പിന്നെയുള്ള ഗവേഷണങ്ങളിലാണ് ഈ കാലുകൾ ചേർത്ത് വെച്ച് കാൽമുട്ടുകൾ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയ്ക്ക് സംഹത മണ്ഡലമെന്നും, തുടർന്ന് കാൽപാദങ്ങൾ തിരിച്ചു വെക്കുന്നതിനെ തിരശ്ചീനമെന്നും, അവിടെ നിന്ന് കാൽപാദങ്ങൾ പൊക്കി പുറകിലേക്ക് വെക്കുന്നത് സമപാദ മണ്ഡലമെന്നും, തുടർന്ന് കാലുകൾ തിരിച്ചു വെക്കുന്ന, ഇപ്പോൾ ഏതാണ്ട് ഒരു 1.5 സ്പാൻ അകലത്തിൽ കാൽപാദം വെക്കുന്നതിനെ ചതുരശ്രം എന്നും പറയാമെന്ന് സംഗീത രത്നാകരം എന്ന ശാസ്ത്രഗ്രന്ഥത്തിൽ നിന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് ടീച്ചറുടെ മരണത്തിന് മുൻപ് തന്നെ ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുകയും ടീച്ചർ അത് മനസ്സാ അംഗീകരിക്കുകയും ചെയ്തു. അന്ന് രോഗമൂർച്ഛിച്ച ഒരവസ്ഥയിലായിരുന്നു. അന്ന് അത് ടീച്ചറുടെ ഒരു അംഗീകാരത്തോടു കൂടി ഞാൻ എൻ്റെ റിസർച്ച് പേപ്പറിൽ അത് മോഹിനിയാട്ടത്തിൻ്റെ, കേരള കലാമണ്ഡലത്തിൻ്റെ മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന സ്ഥാനം എന്നത് ചതുരശ്രമാണെന്ന് അടിവരയിട്ട് എഴുതി. നമസ്കാരക്രിയ ഇപ്പോൾ ഇവിടെ അമ്പിളി ചെയ്തു. ഇതിനും ടീച്ചർ ഒരു കണക്ക് പറഞ്ഞിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ കൈകളുടെ പ്രചാരം ഈ ഒരു റേഡിയസിൽ നിന്നുകൊണ്ട് മാത്രമാകണം എന്നുള്ളത്. ഇതാണ് അടവുകളുടെ വർഗീകരണത്തിൽ ഏറ്റവും ആദ്യം ചെയ്തത്. ചുരുങ്ങിയതൊരു 100 പ്രാവശ്യം ഞങ്ങളെ കൊണ്ടത് ചെയ്യിച്ചിട്ടുണ്ട്. കാരണം ഓരോരുത്തരുടെ കൈയിൻ്റെ അളവും കാലിൻ്റെ അളവും വ്യത്യസ്തമാണ്. അത് അവരുടെ ശരീരത്തിന് എങ്ങനെയാണോ ആ പ്രചാരം വരേണ്ടത് എന്ന് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, അംഗസൗഭകം, ഓരോരുത്തരുടെയും ശരീരത്തിന് ഉതകുന്ന വിധത്തിൽ അതിനെ എങ്ങനെ ശരിയാക്കിയെടുക്കണമെന്ന് തികച്ചും അറിവുള്ള ഒരു ഗുരു തന്നെയായിരുന്നു ലീലാമ്മ ടീച്ചർ. ഇനി ഒന്നാമത്തെ ഗ്രൂപ്പിൽ കുഞ്ഞു അടവുകളാണ് പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാം ഡിഫറെൻ്റാണ്. പക്ഷേ എല്ലാറ്റിൻ്റെയും ചെറിയ പ്രചാരങ്ങൾ കൊടുത്തുകൊണ്ട്, ഒന്ന് കാലിന് ഉറപ്പ് വരണം. ടീച്ചർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു,
കാൽപാദങ്ങൾ നിലത്തുറപ്പിച്ച് വെച്ചെങ്കിൽ മാത്രമേ ശരീരത്തിന് ഉലയാൻ സാധിക്കുകയുള്ളൂ, ശരീരത്തിന് ചുഴുപ്പെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഉലച്ചിൽ എന്താണ്, ചുഴുപ്പ് എന്താണ് എന്നുള്ളതിനൊക്കെ ശാസ്ത്രീയമായ നിർവചനങ്ങൾ ഞാൻ എൻ്റെ റിസർച്ച് പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെയാണ് അതെല്ലാം ലഭ്യമായത്. സാധാരണ നമ്മൾ പറയും ഒലയും, ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് ശരീരം പോകുന്നു, അത് ഉലച്ചിലെന്നും, വട്ടത്തിൽ ചുഴിച്ചെടുക്കുന്നത് ചുഴുപ്പ് എന്നും സാമാന്യേന പറയും. ഒന്നാമത്തെ അടവ് ചവിട്ടടവ് എന്ന് പറയുന്ന തട്ടടവ് പോലെ കാല് ചവിട്ടുകയും കയ്യ് നിലയിൽ പിടിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തെ എല്ലാം ഇവിടെ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. രണ്ടാമത്തെ അടവിൽ കാല് സ്വൽപ്പം പൊക്കി മറ്റ് കാലിൻ്റെ മുന്നിലേക്ക് വെക്കുന്നതോടൊപ്പം ശരീരം ഇടതുഭാഗത്തേക്ക് ചെരിയുകയും തുടർന്ന് നേരത്തെ പറഞ്ഞ ഉലച്ചിലോടുകൂടി മറ്റേ ഭാഗത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം, കാലിൻ്റെ ഉപ്പൂറ്റിയാണ് വെച്ചിരിക്കുന്നത്. അടുത്ത അടവ് പറയുമ്പോൾ കാലിൻ്റെ അഗ്രമാണ് വെക്കുന്നത് മൂന്നാമത്തെ അടവിൽ. ഇതിൽ നിന്ന് തന്നെ പ്രഷർ, നമ്മൾ കൊടുക്കുന്ന നിലത്ത് അപ്ലൈ ചെയ്യുന്ന ശരീരത്തിൻ്റെ പ്രഷർ അനുസരിച്ച് നമ്മുടെ ഇടുപ്പിൻ്റെ പുറം ഭാഗത്തേക്ക് സ്ട്രെയിൻ വരുന്നത് നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കിച്ച് തന്നിരുന്നു. എങ്ങനെയാണ് ഉലയുമ്പോൾ ഉപ്പൂറ്റി വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെസ്സ് കൂടും. മുൻഭാഗമാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ സ്ട്രെസ് അവിടെ കുറയുകയും ശരീരത്തിന് കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കൂട്ടി ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. പക്ഷേ മെറ്റീരിയൽ സയൻസിൽ, ബോഡി മെക്കാനിക്സിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഉണ്ട് താനും. ഈ കാല് സ്വല്പമായി പൊക്കുന്നതിന് എന്താണ് പേര് പറയുക? അതാണ് അടുത്തൊരു ചോദ്യം ഉണ്ടായിരുന്നത്. ഇത് അഭിനയ ദർപ്പണത്തിലോ മറ്റ് ശാസ്ത്രഗ്രന്ഥങ്ങളിലോ ഈ പൊക്കി സ്വല്പമായി വെക്കുന്നതിന് പാദഭേദത്തിന് പേരുണ്ട്. അഗ്രതലം എന്നൊരു പേരുണ്ട്, മുൻഭാഗം കുത്തിവെക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇവിടുന്ന് എടുത്തിട്ട് അത് അങ്ങോട്ട് വെക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിന് സംഗീത രത്നാകരം എന്ന ശാസ്ത്രഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉത്കുഞ്ചിത എന്ന പേരാണ്. സ്വല്പമായി പൊക്കി അത് മറ്റൊരു ഭാഗത്തേക്ക് വെക്കുന്നു. അത് ആ കാലിൻ്റെ തന്നെ ഭാഗത്തേക്ക് വെക്കുമ്പോൾ ശരീരം അതുപോലെ ചെരിയുകയും കണ്ണ്, കഴുത്ത് ഇതെല്ലാം തന്നെ അല്പമായി മാത്രം ചെരിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടൊരു വലിച്ചിലാണ്. അവിടുന്ന് ഉഴിച്ചിലോടുകൂടി ആ ഒരു ചെറിയൊരു ചുഴുപ്പോട് കൂടിയിട്ട് മുന്നിലേക്ക് മറ്റേ കാലം എടുത്ത് വെക്കുന്നു. ഈ പാദത്തിനുമുണ്ട്, ഒരു പാദം വെക്കുന്നതിനും ഉണ്ട് ഒരു നിയമം. അത് 1.5 പാദത്തിലപ്പുറം നമ്മൾ വെക്കുന്നത് കറക്റ്റ് ഒരു പാദമേ വെക്കാൻ പാടൂ. 1.5 പാദത്തിനപ്പുറത്തേക്ക് മുന്നിലേക്ക് പോകരുതെന്ന് ശഠിച്ചിരുന്നു. അങ്ങനെ നീട്ടം കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഉലച്ചിലിന് ഭംഗം തട്ടും, അതല്ല ശരി എന്ന് പറഞ്ഞിരുന്നു. ഇത് 2-3 മടവാണ്, ഒന്നിച്ചാണ് ഇപ്പം അമ്പിളി ഇവിടെ ചെയ്തത്. ഇനി 4-ാമത്തെ അടവ് വളരെ രസമാണ്. 30 അടവുകളിലുണ്ട് കേട്ടോ. സത്യഭാമ ടീച്ചർ ചെയ്ത 30 അടവിൽ ഇതുണ്ട്. പക്ഷേ ഇതിവിടെ ഈ ഗ്രൂപ്പിലാണ് ടീച്ചർ പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഇതിലാണ് ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇതിന് കാരണം നേരത്തെ എല്ലാം ചതുരശ്ര നിലയിൽ നിന്നുകൊണ്ട് കാലിനെ എടുത്തു വെക്കലായിരുന്നു. ഇത് സ്ഥാനം മാറി. അപ്പോൾ ഒരു സ്ഥാനത്ത് നിന്ന് പാദം തുടങ്ങുകയും ആ പാദം ഏത് സ്ഥാനത്തേക്കാണ് അവസാനിക്കേണ്ടത് എന്നതിനും ഒരു കൃത്യത ഉണ്ടാകണം. ആ പാദം വരുന്നതോടൊപ്പം തന്നെ ശരീരത്തിന് എന്തു സംഭവിക്കുന്നു എന്നതിനും കൃത്യത ഉണ്ടാകണം. ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കുകയും ഈ ഒരു ഇൻക്ലിനേഷൻ, ഇതും ശാസ്ത്രഗ്രന്ഥത്തിൽ ഈ ഒരു ഇൻക്ലിനേഷനും പേര് പറഞ്ഞിട്ടുണ്ട്. വലതുകാൽ പതുക്കെ ചുവട്ടി, ശബ്ദം കേൾക്കാതെ എന്നാൽ പതിച്ച് ചവിട്ടി, ആ പ്രഷർ അവിടെ അത്രയും പാദത്തിന് മൊത്തം കൊടുക്കുകയും വലതുഭാഗത്തേക്ക് ചെരിയുകയും ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇടതുഭാഗം ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ചെയ്യോ, വലത്തെ കാല് ഒരു സ്പ്രിങ് മൂവ്മെൻറ്റോടുകൂടി മുകളിലേക്ക് വരുന്നു. ആ ഇൻക്ലിനേഷൻ കീപ്പ് ചെയ്തുകൊണ്ടാണ് അത് പോണത്. ഇടത്തെ കാല് പൊക്കുന്നു, ചവിട്ടുന്നു, വീണ്ടും വലത്തെ കാല് കോർണറുകളിലേക്ക് വെക്കുന്നു. ഈ കൈയും ഈ കാലും പാരലലായിരിക്കണം. അത് ടീച്ചറുടെ നിയമമാണ്. ഇങ്ങനെ പേര് പറഞ്ഞു തരാൻ അറിയില്ല. ഇതുപോലെ ആവണം കുട്ടി എന്ന് പറഞ്ഞു തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, സയൻസും മാത്തമെറ്റിക്സും പഠിച്ച ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ് ഇത് പാരലലാണ് എന്നുള്ളത്.
ഇങ്ങനെ പാരലായി ആ കൈ പിടിക്കുന്നതോടൊപ്പം ദേഹം ഇങ്ങോട്ട് വരുന്നു. ഇത് 1-ാം കാലത്തിലും 2-ാം കാലത്തിലും ചെയ്താൽ 3-ാം കാലത്തിൻ്റെ സ്ഥിതി മാറി. 3-ാം കാലം തെയ് 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 തെയ്. നേരത്തെ ചെയ്തതിന് ആ സ്പ്രിങ് മൂവ്മെൻറ്റ് കുറഞ്ഞുപോയി. തെയ് 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 തെയ്. ഈ സ്പ്രിങ് മൂവ്മെൻറ്റ് കുറഞ്ഞു പോകുമ്പോൾ അതെന്താ അതങ്ങനെ ഒരടവ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് വരണ്ടേ എന്ന ചോദ്യത്തിന് ടീച്ചർക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. അതും പറഞ്ഞു കണ്ടുപിടിക്കാം, നമുക്കത് എന്താണെന്നൊന്നും അറിയില്ല, സത്യഭാമ ടീച്ചർ ഇങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ് ഇതൊരു തരം ലാസ്യാംഗമാണെന്നും ചാലി എന്ന് പറയുന്ന ലാസ്യാംഗം, ദേശീ ലാസ്യാംഗം ദ്രുതഗതിയിൽ ചെയ്യുമ്പോൾ അത് ചാലിവാട എന്ന് പറയുന്ന മറ്റൊരു ലാസ്യാംഗമാകുമെന്നും ശാസ്ത്രഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സത്യഭാമ ടീച്ചർ ചെയ്ത് വെച്ചതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിന് വേറൊരു മാനം, ശാസ്ത്രഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ മറ്റൊരു മാനം കൊടുക്കുവാൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. അത് പേരൊന്നും പറയാൻ അറിഞ്ഞില്ലെങ്കിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തൊരടവ് ധിത്, കാല് വീശിയത്, കാല് വിക്ഷേപമാണ് അവിടെ നടക്കുന്നത്. കാല് ആദ്യം കുതിക്കുകയും ഇടതുഭാഗത്തേക്ക് ചെരിയുകയും ചെയ്തു. കാല് വിക്ഷേപിക്കുന്നു, മറ്റേ കാല് സ്വൽപ്പം ചവിട്ടി തെന്നി മുന്നിലേക്ക് പോകുന്നു. കൈകൾ ഡയഗണലാണ്. ഇടത് കാലിൻ്റെ അതെല്ലാം വിളി, ഇത് മാത്രം, അതിൻ്റെ ഒരു പോസ്ചർ മാത്രം, ധിത് അത് മാത്രം ഇപ്പം മതി. അപ്പം ആ കൈയും കാലും, ബാക്കിലുള്ള കൈയും കാലും പാരലലാണ്. ഈ കയ്യ് ഈ മുട്ടിനും മറ്റേ കാലിൻ്റെയും ശരീരം ഇൻക്ലൈൻ ചെയ്ത് ചെരിഞ്ഞു നിൽക്കുന്നതിന് പാരലലാണ്. കണ്ണു പോകുന്നത് മുകളിലെ കോർണറിലേക്കാണ്. ഈ ഒരു കാലിൻ്റെ തെന്നലുണ്ട്, മുന്നിലെ കാലിൻ്റെ, അതൊന്നുകൂടെ ചെയ്യുമോ, മുന്നിലെ കാലിൻ്റെ തെന്നൽ എന്ന് പറയുന്നതിന് സരിക എന്ന പേരിൽ സംഗീതരത്നാകരത്തിൽ ഒരു ചാരി നിർദ്ദേശിച്ചിട്ടുണ്ട്. കാല് തെന്നി പോകുന്നതിന് ഇത് ഒരുപാട് അടവുകളിൽ ഒരുപാട് ഇനങ്ങളിൽ ഈ അടവ് വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് അടുത്തത് കൈയിൻ്റെ പ്രചാരം മാത്രം മാറ്റിക്കൊണ്ട് ഈ അടവിനെ ടീച്ചർ മറ്റൊരു തരത്തിൽ അത് പരിഷ്കരിച്ചിട്ടുണ്ട്. ആ കൈ പിടിക്കുന്നത് നെഞ്ചിൽ നിന്ന് ഒരു സ്പാൻ അകലത്തിൽ കൈ പിടിച്ച് മുഷ്ടി പിടിച്ച് പ്രചാരവും മാറി, മണിബന്ധ പ്രചാരം മാറി. മണിബന്ധം എന്ന് പറഞ്ഞാൽ റിസ്റ്റ്, നേരത്തെ പിടിച്ചിരിക്കുന്നതിൽ നിന്ന് മാറ്റം വരികയാണ്. ഈ ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള മണിബന്ധങ്ങളുടെ പ്രചാരം ഇവിടെ കൊണ്ടുവന്നു. കാലിൻ്റെ ഇങ്ങനെയുള്ള വിക്ഷേപക്രിയകൾ ധാരാളമായി മോഹിനിയാട്ടത്തിൽ ഈ ടീച്ചറുടെ ഈ അടവുകളിൽ കാണാനാവുന്നതാണ്. ഇങ്ങനെ ഞാനെല്ലാം പറയുന്നില്ല, ഒന്നാമത്തെ ഗ്രൂപ്പിലെ ചില അടവുകൾ മാത്രം ഇവിടെ പറയുകയാണ്. ഇനി 2ാമത്തെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ചവിട്ടടവ്, ഇതിന് ലളിതം എന്നാണ് ടീച്ചർ പേര് കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ ഗ്രൂപ്പിന് ചവിട്ടടവെന്ന് പറയും. അത് കാലിൻ്റെ പ്രചാരം എല്ലാം ഏതാണ്ട് ഒരുപോലാണ്. പക്ഷേ അതിൽ തന്നെ തത് ത ധി തേയ് ഇതാണ് ചൊല്ല്. അല്ല, 2ാമത്തെ തായ്ക്ക് മാറ്റം വരുത്തും. തത് ത ധി തേ എന്നുള്ള 2ാമത്തെ താ മുതൽ അതിനെ മാറ്റം വരുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു രീതി കാണുന്നുണ്ട്. അതിൽ 1ഉം 2ഉം അടവുകൾ ഇപ്പം ചെയ്യാം, ഒരുമിച്ച് ചെയ്യാം. 3, 4. അതാ താ, പുറകിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. അതാ താ ധി, ഇനി മുന്നിലേക്കുള്ളത്. അവിടെ കാലിൻ്റെ നിൽപ്പ് മാറി. ഇത് അരമണ്ഡലത്തിൽ അതുപോലെ, അല്ലെങ്കിൽ ആ ചതുരശ്ര പാദത്തിൽ അതുപോലെയല്ല. കാൽമുട്ട് മുന്നിലേക്ക്, പാദം കോർണറിലേക്കും തിരിഞ്ഞു നിൽക്കുന്ന രീതിയാണ് ടീച്ചർ അവലംബിച്ചിരുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. തത് താ മുന്നിലേക്ക് നീങ്ങി ധീ. ആ ധീ എന്ന് പറയുന്നത് ഉപ്പൂറ്റിയുടെ തൊട്ടുപുറകിൽ മറ്റേ കാല് അഗ്രതലത്തിൽ വെച്ചുകൊണ്ട് പൊങ്ങി നിൽക്കുന്നതിനെ പാർഷ്ണിപീഠം എന്ന പേരിൽ പാദഭേദം കാണുന്നുണ്ട്. ധീ തീ തത് താ ധ്യ, ദേഹം പൊങ്ങുന്നു, ഒപ്പം അതിലേക്ക് ഇരിക്കുകയും ചെയ്യുന്നു. ആ ഒരു സ്പ്രിങ് മൂവ്മെൻറ്റ് ഇവിടെയും കാണാം. ഇങ്ങനെ ഈ അടവ് ചെയ്യാം, കാല് വട്ടത്തിലുള്ളത്. ഈ ഗ്രൂപ്പിലുള്ള മറ്റൊരടവാണ്, അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ടീച്ചർ ചെയ്യുന്നത് കണ്ടാൽ അവിടെ ഇരുന്നു പോകുന്നൊരടവാണ്. അതുപോലെ ഞങ്ങൾക്കാർക്കും ഇതുവരെ അത് ചെയ്യാൻ അങ്ങനെ പറ്റിയിട്ടില്ല. ഒരുപാട് ചീത്ത കേട്ടിട്ടുള്ള അടവാണ്. കയ്യും കാലും ഒരുപോലെ വരാതെ ശ്രമിക്കാം. താ താ ധീ
തി ത ത ധി തി. ഇത് പുറകിലേക്ക് എടുത്തു പോകുമ്പോൾ ടീച്ചറുടെ ആ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അതറിയില്ല, അതിൽ എന്താണ് ശരീരത്തിൽ എന്താ ടീച്ചർ ചെയ്യണമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാൽ ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഞാനിവിടെ പറയുന്നുണ്ട് ഓരോ അടവിൻ്റെ വരുമ്പോഴും. ഇങ്ങനെ ശരീരത്തിൽ ഇനി ഇതെങ്ങനെ പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ ശരീരത്തിൽ ആദ്യം ചെയ്തു നോക്കും, സ്വന്തം ശരീരത്തിന് ഓക്കെ ആണോ എന്നുള്ളതാണ് ആദ്യത്തെ പരീക്ഷണം. അങ്ങനാണെങ്കിൽ മാത്രമാണ് അത് കുട്ടികളെ പഠിപ്പിക്കുക. ഇങ്ങനെ ചെയ്തുറപ്പിച്ച് സ്വന്തം ശരീരത്തിനെ പാകപ്പെടുത്തി എടുത്തതിന് ശേഷം കുട്ടികളിലേക്ക് പഠിപ്പിക്കുമ്പോൾ ആ ഗുരുവിനുണ്ടാകുന്ന ഒരു മറ്റൊരു എലിവേഷൻ ഉണ്ട്. ഗുരു എന്നുള്ള നിലയിൽ നിന്നും ഇനിയും മുകളിലേക്ക് പോകുന്നൊരു എലിവേഷൻ ഉണ്ട്. അത് ശരിക്കും ഞങ്ങൾ കണ്ടറിഞ്ഞവരാണത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ടീച്ചർ ഇന്നേ വരെ ഒരു പുറം വേദനയോ മുട്ടുവേദനയോ വയ്യ എന്നുള്ളൊരു വാക്കോ മരണക്കിടക്കയിലാകുന്നത് വരെ ടീച്ചർ പറഞ്ഞിട്ടില്ല. അതുവരെ വർണ്ണം ചെയ്തതിൽ, വർണ്ണം എന്ന് പറയുന്ന സുദീർഘമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു ഇനം ചെയ്തത് ഒരുപക്ഷെ കേരള കലാമണ്ഡലത്തിൽ ലീലാമ്മ ടീച്ചർ തന്നെ ആയിരിക്കും. ഹൈമ ടീച്ചർ ചെയ്തിരുന്നു. എന്നാലും ഈ അസുഖം വന്നിട്ടും അത് കഴിഞ്ഞിട്ടും ടീച്ചർ അത് എഴുന്നേറ്റ് ഈ സുമസായക വർണ്ണം ചെയ്തിട്ടുണ്ട്. അതിനുള്ളൊരു സ്റ്റാമിനയും ആ ഒരു സങ്കീർണമായ അടവുകളുടെ കൂട്ടവും ചെയ്യുവാനുള്ള ശരീരത്തിനെ പാകപ്പെടുത്തിയെടുക്കൽ ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക. ഇങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തേർഡ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ തേർഡ് ഗ്രൂപ്പിലെ എല്ലാം ഒരേ കാലാണ്. കാലിൻ്റെ പ്രചാരം മാറ്റുന്നില്ല, നേരെ മറിച്ച് ഹസ്തപ്രചാരങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. 5 അടവുകളാണ് പറഞ്ഞിരിക്കുന്നത്. 5 അടവിൻ്റെയും ഹസ്തപ്രചാരം മാറ്റി ഒരേ നിൽപ്പിൽ നിന്നുകൊണ്ട് കാലുകൾ അതേപോലെ തന്നെ ചവിട്ടുകയാണ്. അതിനും ഒരു തുടക്കവും ഒടുക്കവും, ഹസ്തം എവിടുന്ന് തുടങ്ങണം, അതെവിടെ അവസാനിക്കണം, അപ്പോൾ കൈമുട്ടിൻ്റെ പ്രചാരം എന്താണ്, മണിബന്ധത്തിൻ്റെ പ്രചാരം എന്താണ്, വിരലുകൾ എങ്ങനെയായിരിക്കണം. ഉദാഹരണത്തിന് അളപത്മ മുദ്ര പിടിച്ച് അല്ലെങ്കിൽ അർദ്ധചന്ദ്ര മുദ്ര പിടിച്ച് ഇങ്ങനെ പോരുന്ന സമയത്ത് ഇത് തിരിച്ച് വിരലുകൾ ആദ്യം പുറത്തേക്കും ഉള്ളിലേക്കുമുള്ള ആ മടക്ക്, അതിന് ഇത് പ്രത്യേകമായി പരിശീലിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ മറ്റേ കൈയിൻ്റെ ഡോളാഹസ്തത്തിൻ്റെ ആ കൈമുട്ട് മുതലാണിത് വരുന്നത്. ഇതും ശരിക്കും ഒരു ചാപാകൃതിയിലാണ് ഈ മൂവ്മെൻറ്റ് വരുന്നത്. ഇതിൽ കരണങ്ങൾ, കൈയിൻ്റെ വിരലുകൾക്ക് ആവേഷ്ടിത, ഉദ്വേഷ്ട, വ്യാവർത്തിത, പരിവർത്തിതം എന്ന പേരിൽ ഈ കരണങ്ങൾ പ്രത്യേകമായി അഭ്യസിപ്പിച്ചതിന് ശേഷമാണ് ഈ അടവുകളെല്ലാം ശീലിപ്പിക്കുന്നത്. ഇതൊന്നും ടീച്ചറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യം പേരുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ടീച്ചർക്ക് അത് അറിയുന്നുണ്ടാവില്ല കേട്ടോ. ഇത് ചെയ്ത് നമ്മളിത് ഗവേഷണം ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ് ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇനി എല്ലാ അടവുകൾ ഗ്രൂപ്പിലേക്കും പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ട് കാലിൻ്റെയും കാൽ വീശൽ അടവുകൾ വട്ടത്തിൽ വരുമ്പോൾ വേഷ്ടനം ചെയ്യുമ്പോഴുണ്ടാകുന്ന ശരീരത്തിൻ്റെ മാറ്റത്തെ ടീച്ചർ എങ്ങനെ നോക്കിക്കണ്ടു എന്നുള്ളതൊന്ന് പറയാം. നേരത്തെ കാണിച്ച ധിത്ത തെയ് തെയ് തോം എന്ന അടവിൽ കാല് വട്ടത്തിൽ വേഷ്ടനം എന്ന ചാരി ഉപയോഗിച്ചുകൊണ്ട് അത് വട്ടത്തിൽ മറ്റേ കാലിൻ്റെ തുടയെ വലനം ചെയ്യുന്നു. ചെയ്യോ ധിത്ത തെയ് തെയ് തോം ധി ത തെയ് തെയ് തോം. ലെഫ്റ്റ് സൈഡ് ധി ത തെയ് തെയ് തോം. ഇത് ടീച്ചർ ചെയ്യുമ്പോൾ വന്നിരുന്നത് എങ്ങനെയാണെന്നറിയോ? ചെറുവിരലിന് വേഷ്ടനം ചെയ്ത ചെറുവിരലിന് അവിടെ ഒരു ഇത് കൊടുക്കും. അതായത് ദേഹം അത്രയും ചൊഴിച്ച് വരും. അങ്ങനെ വരുമ്പോൾ മുതുവിൻ്റെ അവിടേക്ക് ആ ഒലച്ചിൽ പുറകേന്ന് നോക്കുമ്പോൾ മുന്നിലിരിക്കുന്നവർക്ക് ദേഹം വക്ഷസ് വട്ടത്തിൽ വരുന്നത് മാത്രം അറിയാം. പക്ഷെ അത് പുറത്തുനിന്ന് ബാക്കിൽ നിന്ന് നോക്കുന്നവർക്ക് ഈ മുതുവിൻ്റെ ചലനം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. അത് വന്നു കഴിഞ്ഞാൽ മുൻഭാഗം നമ്മൾ പാദം മൊത്തത്തിൽ അവിടെ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചൊരു ബ്രേക്ക് വരികയാണ്, ദേഹത്തിനൊരു ബ്രേക്ക് വരും. നേരെ മറിച്ച് ബ്രേക്ക് ഇല്ലാണ്ട് അതൊരു ഫ്ലോ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ വിരലുകളുടെ ചെറുവിരലിൻ്റെ അറ്റം അവിടെ മുട്ടുക തന്നെ വേണം. തേയ് തോം, ആ ഇരുന്നെണീക്കുന്ന സ്പ്രിങ് മൂവ്മെൻറ്റ്. ഇനി ഇതിൽ ദേഹം വന്നത് സൈഡിൽ നിന്ന്
സൈഡ് ഡയഗണലായിട്ട് കൈ പോയി, ആ വട്ടം കാലിൻ്റെ ഒപ്പം അതേ ഡയറക്ഷനിലാണ് ദേഹം വന്നത്, കയ്യും ആ കൈയിലേക്കാണ് നോക്കിയതും. ഇനി മറ്റൊന്ന് താം തക്കിട്ട ധിം ധ ധീം അടവ്. ഇതിൽ ദേഹം നോക്കിക്കോളൂ, സെയിം ആണ്, കാല് സെയിം ആണ്, പക്ഷെ ശരീരം വരുന്നത് നോക്കിക്കോളൂ. 3 4 താം തക്കിട്ട ധിം ധ ധീം. അത് മുന്നിൽ കൂടെയാണ് അദ്ദേഹം വരുന്നത്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് മാത്തമാറ്റിക്സ് പ്രകാരം 3 ആക്സിസ് നമ്മൾ പറയാറുണ്ട്, എക്സ്, വൈ ആൻഡ് ഇസഡ്. ഈ എക്സ് ആക്സിസിന് ലംബമായിട്ട് വൈ ആക്സിസ് വരുന്നു, അതിൻ്റെ ഉള്ളിൽ കൂടി 3 ഡയമെൻഷണൽ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ഇസഡ് ആക്സിസ് വരുന്നു. ഇത് ഈ 3 ആക്സിസിൽ കൂടിയും പോയിട്ടുള്ളൊരു അടവാണിത്. അതുകൊണ്ട് ചലനശാസ്ത്രം പഠിക്കുന്നവർക്ക്, ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും പഠിക്കുന്നവർക്ക് ഈ മൂവ്മെൻ്റൊക്കെ സുഖമായിട്ട് എടുത്ത് ഗ്രാഫ് വരയ്ക്കാനും ചെയ്യാനും സാധിക്കും. എൻ്റെ ബുക്കിൽ ഞാനതിന് ശ്രമിച്ചിട്ടുമുണ്ട്. ഒരു 10 ചുഴുപ്പെടുത്തിട്ട് ഗ്രാഫായിട്ട് എക്സ് വൈ ഇസഡ് ആക്സിസ് അക്ഷാംശം രേഖപ്പെടുത്തി വരച്ചിട്ടുണ്ട്. ഇനി ഇതേ അടവ് തന്നെ മറ്റൊന്ന് പുറകിൽ കൂടെ ഇസഡ് ആക്സിസിന് പ്രത്യേകത കൊടുത്തുകൊണ്ട് ആ ചുഴുപ്പ് വരുന്നത് ഇങ്ങനെയാണ്. 3 4 ത ധീ താ ധീ. ഇത്രയും വരുമ്പോഴേക്കും അത് ശരീരം പുറം വശത്തിൽ കൂടി വരുന്നതായി. ഇപ്പോൾ മുന്നിൽ കൂടെ വരുന്ന ഒരേ കാലിൻ്റെ മൂവ്മെൻറ്റിന് പുറകിൽ കൂടി ശരീരം വന്നു, മുന്നിൽ കൂടി വന്നു, സൈഡിൽ കൂടെയും അത് അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള ചിലത് ഗ്രൂപ്പുകളിൽ പല തരത്തിൽ ഒരേ കാലിൻ്റെ മാറ്റമാണെങ്കിലും ഒരേ കാലാണ് പ്രചരിപ്പിക്കുന്നതെങ്കിലും എങ്ങനെയാണ് ശരീരം മാറുന്നതനുസരിച്ചാണ് ഈ ഗ്രൂപ്പുകൾ ഡിവിഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു, 3rd ഗ്രൂപ്പിലെ ഹസ്തപ്രചാരങ്ങൾക്കാണ് പ്രാധാന്യം എന്നത്. അതിലൊരു ഹസ്തം ഇപ്പം അമ്പിളി കാണിച്ചു, അതുപോലെ മറ്റൊന്ന് ഹസ്തം മാത്രം കാണിക്കാം. തൈ ഹിത് ധീ തി തൈ ഹിത്തി തോം തോം. ഇനിയുണ്ട് കേട്ടോ, കുറേ ഉണ്ട്, അതിൽ 5 അടവുകളുണ്ട്. ഇനി മറ്റൊന്ന് ഏറ്റവും അവസാനിപ്പിക്കുകയാണ്, തീർമാന അടവ്. ഇന്ന് എല്ലാവരും കേരള കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങുന്നവരാണെങ്കിലും ഏറ്റവും സങ്കടകരമായ വസ്തുത ഇതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കയ്യിനും ആവശ്യമില്ലാത്ത ചില ഉലച്ചിലുകൾ നൽകിക്കൊണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരെന്താണെന്നറിയില്ല, ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കൂടെ വരുമ്പോൾ അതിനെ കുറേ ഒലച്ചു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും എന്ന് വെച്ചിട്ടാണോ എന്തോ അറിയില്ല. ടീച്ചർ ചിട്ട ചെയ്തത് ഇപ്രകാരമാണ്. തേയ് ദി തി തേയ്. കൈ മലർത്തി പിടിക്കുകയാണ് അവിടെ, മലർത്തി പിടിച്ച് കാലത്തായി ധീ. കൈ നേരെ മുകളിലേക്ക് പോകുന്നതോടുകൂടി കൈ പതിതമായി വെക്കുന്നു. സംഗീത രത്നാകരത്തിൽ പറയുന്ന ഒരു വാക്കാണ് പതിത. അത് തീ നേരെ നെഞ്ചിനടുത്തേക്ക് വരുമ്പോഴേക്കും മണിബന്ധം വിരലാഗ്രങ്ങൾ മുകളിലേക്കായി തീരുന്നു. വീണ്ടും തൈ എന്ന് ചവിട്ടുന്നതോടുകൂടി ശരീരത്തോടൊപ്പം കൈ പതിതമാകുന്നു. ഇതിന് ചെയ്തു വരുന്നത് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് എല്ലാവരും കൊടുക്കാറുണ്ട്, അതെന്താണെന്ന് അറിയില്ല. ഇത്രയും ചിട്ടവട്ടങ്ങൾ ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ. ഇത്രയും ചിട്ടവട്ടങ്ങൾ വളരെ കൃത്യമായി കളരിയിൽ ഞങ്ങളെ അഭ്യസിപ്പിച്ചിരുന്നത്. അതുപോലെ ഒരിക്കൽ പറയും, മോഹിനിയാട്ടം കാണുന്നത് വിളംബകാലത്തിലായതുകൊണ്ട് കണ്ടിരിക്കാൻ സുഖമില്ല എന്നുള്ളത്, കേരള കലാമണ്ഡലത്തിൻ്റെ മോഹിനിയാട്ടം പ്രത്യേകിച്ച് കണ്ടിരിക്കാൻ സുഖമില്ല എന്നുള്ളത് പലരും പറയാറുണ്ട്. കാലിൻ്റെ ചടുലത കൂടിക്കഴിഞ്ഞാൽ ശരീരം എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ശരീരം മൂവ് ചെയ്യണമെങ്കിൽ കാലവിടെ ശരീരം ഉറപ്പിച്ച് വെക്കണം. കാലിൻ്റെ സോഫ്റ്റായിട്ടുള്ള ചലനങ്ങൾ, പാദചലനങ്ങളും ശരീരത്തിൻ്റെ എക്സ് വൈ ഇസഡ് ആക്സിസിൽ കൂടിയുള്ള ചലനങ്ങളും അതുപോലെയുള്ള ഹസ്തപ്രചാരങ്ങളുമാണ് പാദ സമായോഗാത് നൃത്തസ്യ കരണം ഭവേത് എന്ന് പറയുന്ന ഭരതവാക്യത്തിലേക്ക് എത്തിക്കുന്നത്. ഈ കരണം എന്ന് പറയുന്നത് ടീച്ചർ ചെയ്തിട്ടുള്ള ഒരുപാട് അടവുകളെ, ചെറുതും വലുതുമായ അടവുകളെ കൂട്ടിച്ചേർക്കുമ്പോൾ നാട്യശാസ്ത്രകാരൻ പറഞ്ഞിരിക്കുന്ന 108 അടവ് കരണങ്ങളിൽ പലതും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ ഞാൻ ഇപ്പോൾ പറഞ്ഞ, അതായത് സംഗീതരത്നാകരത്തിൽ പറഞ്ഞിരിക്കുന്ന ദേശീ ലാസ്യാംഗങ്ങൾ എന്ന പേരിൽ പറഞ്ഞിരിക്കുന്ന കുറേയധികം ടെക്നിക്കൽ വാക്കുകൾ ഈ ചുഴുപ്പുകളായും ഉലച്ചിലുകളുമായും എല്ലാം അഭേദ്യമായ ബന്ധം പുലർത്തുന്നുണ്ട്. സമയമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. ഇപ്പോൾ 1-2 ഉദാഹരണം പറയാം.
ആദ്യത്തെ ചുഴുപ്പൊന്ന് ചെയ്യാൻ പറ്റുമോ? ഈ ചുഴുപ്പ് ഉലച്ചിൽ നിന്നുള്ളതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ നിർവചനം പറയാൻ പറ്റുന്നത് ഇപ്പോൾ തൽക്കാലം നമുക്ക് പറയാം വട്ടത്തിൽ ഉള്ള ശരീരത്തിൻ്റെ മൂവ്മെൻ്റാണ്. ഈ മൂവ്മെൻറ്റ് എങ്ങനെ ശരീരത്തിനെ വട്ടത്തിൽ വെക്കുമെന്ന് വെച്ചാൽ അരയ്ക്ക് മുകളിലുള്ള ഭാഗം ഒരു തരം മൂവ്മെൻറ്റ്, അതുപോലെ പാദങ്ങളോട് കൂടി ചേർന്ന് ചുഴി പോലെ പോകുന്നത് മറ്റൊരു മൂവ്മെൻറ്റ്. ഇങ്ങനെ ശരീരത്തിൻ്റെ ആകമാനവും ശരീരത്തിനെ പകുതിയും മേൽപ്പകുതിയും മുകളിലുള്ള ഭാഗവും വൃത്താകൃതിയിലും അർദ്ധവൃത്താകൃതിയിലും ചലിക്കുമ്പോൾ അതിനെ ചുഴുപ്പെന്ന പേരിലും, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ശരീരത്തെ ആടി ഉലയുമ്പോൾ അതിനെ ഉലച്ചിൽ എന്ന പേരുകൊണ്ടും നാം സൂചിപ്പിക്കുന്നു. അത് കുഞ്ഞിതാവാം വലുതാവാം. ടീച്ചർ ചെയ്യുമ്പോൾ കാലിൻ്റെ മുതൽ ഉലച്ചിൽ എന്ന സംഭവം കാല് മുതൽ ഒരു പക്ഷേ ടീച്ചറുടെ മുടി ഇഴകൾ പോലും ഉലയുന്ന തരത്തിലായിരുന്നു മോഹിനിയാട്ടം രംഗത്ത് അവതരിപ്പിച്ചിരുന്നത്. ഇതൊന്നും ഞാൻ ഒരുപാട് എക്സാഗ്രേറ്റ് ചെയ്ത് പറയുകയല്ല, ഇത് കണ്ട് പല ക്രിട്ടിക്സും നേരിട്ട് തന്നെ കണ്ടു പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ആദ്യത്തെ ചുഴുപ്പൊന്ന് ചെയ്യാൻ പറ്റുമോ? 10 ചുഴുപ്പുകൾ ടീച്ചർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ 10 ചുഴുപ്പാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഗ്രാഫ് ആയിട്ടും വരച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തെ സൈഡ് ടു സൈഡ് ഈ പോസ്റ്റർ, ഈ ചതുരശ്രം എന്ന് ഇപ്പോൾ നമ്മൾ വെക്കുന്ന ഈ പോസ്റ്ററിൽ ഇരുന്നു കൊണ്ട് ശരീരത്തിനെ ഇടതുഭാഗത്തു നിന്ന് വലതുഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. XY ആക്സിസിലുള്ള ചലനാണ്. എക്സിൽ നിന്ന് ആ എക്സ് ക്വാഡ്രാൻറ്റ് തുടങ്ങിയിട്ട് വൈയിൽ കൂടെ പോയി തിരിച്ച് മറ്റേ അക്ഷാംശത്തിലേക്ക് എത്തുകയാണത്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ചലിക്കുന്നത് അരഭാഗം ചലിക്കുന്നുണ്ട്. അരഭാഗം അത്ര അധികം പ്രകടമല്ല. കടിഭാഗം ചലിക്കാതെ നമുക്ക് മേൽഭാഗത്തെ ചലിപ്പിക്കാൻ സാധിക്കില്ല. വക്ഷസ് ചെസ്റ്റ്, സൈഡ്, അതുപോലെ ഷോൾഡർ, ശിരസ്, ഇത്രയും ഭാഗം ചലിക്കുമ്പോൾ അത് ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ചുഴുപ്പിനെ നമുക്ക് വേണമെങ്കിൽ ഉരോങ്കണ എന്ന് പറയുന്ന ലാസ്യാംഗത്തോടെ ഉപമിക്കാം. ഇനി മറ്റൊന്ന് ഉരോങ്കണ. ഉരോങ്കണ 10 അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു ചുഴുപ്പെടുക്കാം, രണ്ടാമത്തെ, ഇങ്ങോട്ടും പോകുന്നത് കാല് വെച്ചിട്ട്. ഇതിൽ ഈ ഉരോങ്കണ ഉണ്ട്. ഇനി അടുത്ത ചുഴുപ്പ് ചെയ്യുന്നതിൽ ഉരോങ്കണ അവിടെ ഉണ്ട്. പക്ഷെ അതിന് മുൻപ് മറ്റൊരു സാധനം കൂടി ഉണ്ട്. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോണേ. ആ കൈയും കൂടെ കൂട്ടിച്ചേർത്ത് ചെയ്യോ. ഇങ്ങനെ ശരീരത്തിന് മുകൾ ഭാഗം മുഴുവൻ, അതായത് ഭുജത്തോടു കൂടി ശരീരത്തിൻ്റെ മുകൾ ഭാഗം ഹസ്തത്തോടു കൂടി മന്ദഗതിയിലും പിന്നെ ദ്രുതഗതിയിലും അത് ചെയ്യുകയാണെങ്കിൽ ഇത് 2 ലാസ്യാംഗങ്ങളുടെ സംയോജനമായി ഇതിനെ പറയുന്നു. ഇതാണ് ലഡി ആൻഡ് ഉരോങ്കണ. ഉരോങ്കണ ഓൾറെഡി ഉണ്ട്. നേരത്തെ ചെയ്തതിനെ നമ്മൾ കോർണറിലേക്ക് തിരിഞ്ഞു, ഇപ്പം അമ്പിളിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഇത് സൈഡിലേക്കും ചെയ്യാം. പക്ഷെ ഭുജം അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഹസ്തം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ലഡി എന്ന് പറയുന്ന ലാസ്യാംഗത്തോടു കൂടിയ ഉരോങ്കണ. ഇങ്ങനെ ഒരു കോമ്പിനേഷനായിട്ട് ഈ ചുഴുപ്പിനെ നമുക്ക് കണക്കാക്കാം. ഇതെല്ലാം എൻ്റെ കണ്ടുപിടുത്താണ് കേട്ടോ. ഇതൊന്നും ശരിയെന്ന് ഞാൻ വാദിക്കുകയല്ല. ലീലാമ്മ ടീച്ചറുടെ വർക്കുകളിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ നടത്തിയ പഠനങ്ങളുടെ ഒരു ആകത്തുക മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരി എന്താണെന്ന് അന്വേഷിച്ചു പോകാൻ ഞാൻ തയ്യാറുമാണ്. അടുത്തത് ഒരു YZ ആക്സിസിലുള്ള ചലനമാണ്, മുന്നിലേക്കുള്ളത്, പൂറ്റി തട്ടുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ ലഡി ഉണ്ട്, ഭുജം ഉപയോഗിക്കുന്നുണ്ട്, കടിഭാഗവും ഉപയോഗിക്കുന്നുണ്ട്. മുന്നിലേക്കാണ് വരുന്നത്. ശരീരം മുന്നിലേക്ക് വന്ന് കുറച്ച് പുറകിലേക്ക് വലിച്ചെടുക്കുകയാണ്. നമ്മുടെ പ്രാക്ടീസിൻ്റെ കുറവ് കാരണം നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ വാസ്തവമാണ്. ടീച്ചർ ചെയ്യുമ്പോഴുണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ലഡി, നേരത്തെ പറഞ്ഞ ലഡിയും ഒയാരക എന്ന് പറയുന്ന മറ്റൊരു ലാസ്യാംഗവുമായി കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചുഴുപ്പാണ് ഇത്. ഇനി XYZ ആക്സിസിലുള്ള മറ്റൊരു ചുഴുപ്പ് പറയാം. ഫുൾ അറൗണ്ട്. ഇതിൽ ഞാൻ കൈ വേണ്ട അമ്പിളി, കൈ ഇല്ലാണ്ട് ശരീരത്തിൻ്റെ മാത്രം, കൈ ഉപയോഗിച്ചാൽ ലഡി കൂടി വരും. ഇപ്പോൾ XYZ ആക്സിസിലുള്ള ഉരോങ്കണ, ദശക,
ഒയ്യാരക. ഈ ദശക എന്ന് പറയുന്ന ഇടയിൽ വന്നു. വക്ഷസിൻ്റെ ഭാഗം വളരെ മൃദുലമാക്കി വെക്കണമെന്നാണ്. ഉദ്വാഹിതമാക്കി പുറകിലേക്ക് പോകുമ്പോൾ ഉദ്വാഹിതവും മുന്നിലേക്ക് വരുമ്പോൾ അത് കുനിയുകയും ചെയ്യുന്ന അഭുഗ്നം നിർഭുഗ്നമായി വരുന്ന ആ വക്ഷസിനെ വളരെ മൃദുവായ ചലനങ്ങൾ അർപ്പിച്ച മാത്രമേ ഈ ചുഴുപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു ടീച്ചറുടെ വാദം. അതുകൊണ്ട് തന്നെ ഇത് XYZ ആക്സിസിലുള്ള ഒരു ചുഴുപ്പായി ഇതിനെ കണക്കാക്കുന്നു. 3 എണ്ണമാണ്: ഉരോങ്കണ, ദശക, ഒയാരക. ദശക എന്നുള്ള ദശക എന്നും പാഠഭേദം കാണാനുണ്ട്. ഇനി തേയ് 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 എന്നുള്ള അടവ് ചെയ്ത് അത് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു. ചാലി ആൻഡ് ചാലിവട, അതായത് ചെറിയ ചലനങ്ങളെ ദ്രുതഗതിയിലേക്ക് ആക്കുമ്പോൾ ചാലി എന്നുള്ളത് ചാലിവട എന്ന് പറയുന്ന മറ്റൊരു അംഗഹാരമായിട്ട്, ലാസ്യാംഗമായിട്ട് അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി മുഴുവൻ കറങ്ങുകയാണെങ്കിൽ ഫുൾ റൗണ്ട് താഴെ കൂടെ ചക്രം പോലെ കറങ്ങി പുറകിലേക്ക് വരുന്ന ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്നത് കാണാറുണ്ടല്ലോ. അതല്ല ഇരുന്നിട്ട് ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് കൈയോട് കൂടിയിട്ട് സാധനം ഈ ഭാഗം ഇതിൻ്റെ പുറം ഭാഗത്തിന് അങ്ങനെ കുറച്ച് നേരം നിർത്തിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈ കൈ പുറകിലേക്ക് തള്ളി ബാക്കിൽ കുത്തുകയാണ്. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ചെയ്യും. പുറകിലേക്ക് കുത്തി ഇങ്ങനെ ചക്രത്തിൻ്റെ ആകൃതിയിൽ അല്ലെങ്കിൽ ഒരു ധനുസിൻ്റെ ആകൃതിയിൽ നിൽക്കുന്ന ഒരു അംഗഹാരമാണ്, ഒരു ലാസ്യാംഗമാണ് അംഗഹാര എന്ന പേരിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് നോക്കുക. അങ്ങനെ കൂടുതൽ ഞാൻ കണ്ടെത്തിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരോങ്കണ, ദശക, ഒയ്യാരക. ഈ ഉരോങ്കണ ഒട്ടനവധി ചുഴുപ്പുകളിൽ ഈ ഉരോങ്കണ വരുന്നുണ്ട്. കാരണം അത് വക്ഷസ്സും കഴുത്തും ശിരസ്സും ഒക്കെ ആയിട്ടുള്ള ചലനങ്ങൾ, ചെറുതും വലുതുമായ ചലനങ്ങൾ ആവുന്നതുകൊണ്ട് ഇങ്ങനെ ദേശീയ ലാസ്യാംഗങ്ങളുമായി അഭേദ്യമായൊരു ബന്ധം ഈ ചുഴുപ്പുകൾക്ക് ഉണ്ട് എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് എൻ്റെ റിസർച്ച് പേപ്പറിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം കൂടി ഇതിന് ഉപോദ്ബലകമായി ഞാൻ പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഡോക്ടർ വി രാഘവൻ. അദ്ദേഹം നല്ലൊരു റിസർച്ച് സ്കോളറായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നല്ലൊരു സ്കോളറായിരുന്നു. നല്ലൊരു എന്ന് പറയാനുള്ള അർഹതയൊന്നും എനിക്കില്ല. എങ്കിൽ പോലും അദ്ദേഹം അത്രയും ധാരാളം എല്ലാ നാട്യശാസ്ത്ര ടെക്നിക്സിനെയും പറ്റിയും റിസർച്ച് ചെയ്ത് ഓരോന്നിലും പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്പ്ലെൻഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഡാൻസസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, അലാരിപ്പിൽ, ഭരതനാട്യത്തിലെ ഏറ്റവും ആദ്യത്തെ ഇനമായ അലാരിപ്പിൽ ചാലി കാണാനുണ്ട്. ചാലി എന്ന ഒരു ലാസ്യാംഗ കാണാനുണ്ട്. അത് ചാലിവടയുമായിട്ട് കാണാനുണ്ട് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ ഈ റിസർച്ച് തുടങ്ങിയത്. അതിലുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പഠനത്തിന് കാരണമായത്. അതുകൊണ്ട് അത് ഉപോദ്ബലം, ഇത് തെറ്റാണെന്ന് പറഞ്ഞാലും ഇത്തരത്തിലൊരു ചിന്ത നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, അറിയാവുന്നതാണെങ്കിൽ ഞാൻ സംസാരിക്കും, അറിയാത്തതാണെങ്കിൽ കണ്ടുപിടിച്ച് അടുത്ത പ്രാവശ്യം അറിയിപ്പിക്കുന്നതായിരിക്കും. അതിലിപ്പോൾ എനിക്ക് വളരെ ക്ലിയറായി വന്നു സാർ. എന്താണെന്ന് വെച്ചാൽ അതിൽ മെയ് കണ്ണാക്കി മാറ്റുന്നവളാണ് നർക്കത എന്നാണ്. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും കണ്ണാക്കി മാറ്റണം. അതിനൊരു ഉദാഹരണം കൂടി കൊടുത്തിട്ടുണ്ട്. മയിലെങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ ശരീരം മുഴുവൻ കണ്ണാക്കുന്നു. ഇപ്പം അത് ക്ലിയറായി. എവിടെയൊക്കെയോ ബുക്കുകളിൽ ഈ അഭിനയത്തിനെ കണ്ണാക്കാനുള്ള ടെക്നിക്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ആയിരിക്കണം എന്നില്ല. അപ്പം ഈ മെയ് കണ്ണാക്കി മാറ്റുന്ന ഒരു ഇതാണ് ഞാൻ എൻ്റെ സബ്ജക്റ്റ്. അതായത് ഞാനത് വായിച്ചിട്ടുണ്ട്. ടീച്ചറുടെ പ്രബന്ധത്തിൽ ഈ സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടീച്ചറുടെ, നിർമ്മല ടീച്ചറുടെ കുറേയധികം പ്രഭാഷണങ്ങൾ കേൾക്കുകയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും വേണു സാറിൻ്റെയും കപിലയുടെയും പെർഫോമൻസ് ഒരുപാട് വളരെ ആരാധനയോട് കൂടിയിട്ട് കപിലയുടെയൊക്കെ പെർഫോമൻസ് കണ്ടിരുന്നതാണ്. മയിലിൻ്റെ കണ്ണിൻ്റെ ആക്ഷൻസും എല്ലാം ആ കുട്ടി അത്ര ഭംഗിയായിട്ടാണ് മിഴാവിൻ്റെ ഒരു ബലത്തിൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് ടീച്ചറുടെ ഒരു പുസ്തകങ്ങൾ ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുമുണ്ട്. എൻ്റെ ഈ റിസർച്ച് പ്രബന്ധത്തിൽ ഏതാണ്ട് 15 ടെക്സ്റ്റോളം ഞാൻ ചെയ്തിട്ടുണ്ട്, റെഫർ ചെയ്തിട്ടുണ്ട്. അവിടെ പറയുന്നത് തന്നെ നമ്മൾ കാണിക്കണം എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിലായിരിക്കും. മെയ് മുഴുവൻ കണ്ണാക്കണമെങ്കിൽ അതിനൊരു കേരളീയ സംസ്കാരം എൻ്റെ ഒരു അതെ.
ഇത് മോഹിനിയാട്ടം എന്ന് പറയുന്നത് കേരള കലാമണ്ഡലത്തിൽ എത്തപ്പെട്ടതിന് ശേഷം അതെന്തായാലും ഒരു കച്ചേരി സമ്പ്രദായം എന്നുള്ള ഒരു കർണാട്ടിക് മ്യൂസിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ട് ഇത് ഭരതനാട്യത്തിൻ്റെ ചുവട് പിടിച്ചുണ്ടായതാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ട്. മാത്രമല്ല കലാമണ്ഡലം കളരികളിൽ കഥകളി, കൂടിയാട്ടം തുടങ്ങിയ തുള്ളൽ തുടങ്ങിയ പല കലാരൂപങ്ങൾ ഉണ്ടാവുകയും പഠിപ്പിക്കുകയും അതിൻ്റെ ആചാര്യന്മാരെല്ലാവരും തന്നെ ഇത് മോഹിനിയാട്ടത്തെ കുറച്ചുകൂടിയും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്ത അവസ്ഥയിൽ ഇത് രണ്ടിൻ്റെയും ഒരു സംയോഗം ഇതിലുണ്ടായിട്ടുണ്ടാവും എന്നുള്ളതും സത്യമാണ്. ലീലാമ്മ ടീച്ചർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ടീച്ചർ പഠിച്ചതിൽ നിന്ന് ടീച്ചറുടെ മെയ്യുറപ്പോടുകൂടി മെയ്യിനും ആ സിദ്ധിയോടും കൂടി അതിനെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം എന്ന് നോക്കുന്ന ഒരു പ്രക്രിയയാണ്. ടീച്ചർ നാട്യശാസ്ത്രം വായിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ടീച്ചർ തന്നെയായിരുന്നു. നല്ല മടിയുണ്ടായിരുന്നു. ശാസ്ത്രം അടുത്തിരുന്ന ആ ടെക്സ്റ്റ് കുറേ പ്രാവശ്യം വായിച്ചിട്ടാണ് ചെയ്ത് കാണിക്കുമായിരുന്നു. അതാണ് എനിക്ക് ഓരോ ഭാഗം പറയുമ്പോഴും വക്ഷസ് ഇങ്ങനെയാണ്, കണ്ണിങ്ങനെയാണെന്ന് പറയുമ്പോൾ ടീച്ചർ എണീറ്റ് നിന്ന് കാണിക്കും. ഞാൻ വായിക്കുമ്പോൾ ടീച്ചർ എണീറ്റ് നിന്ന് കാണിക്കും. അതുപോലെ നർത്തന നിർണയം എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഏത് കാലത്താണ് ഇതിനൊക്കെ റിസർച്ച് നടക്കുക എന്ന് വെച്ചാൽ അറിയില്ല, അത്ര അധികം ഉണ്ട്. പിന്നെ ഭാവപ്രകാശത്തിൽ 64 രസദൃഷ്ടികളെ പറ്റിയാണ് പറയുന്നത്. എനിക്കറിയില്ല ടീച്ചർ അത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, പ്രയോഗത്തിൽ വരുത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ഈ 64 രസദൃഷ്ടികളും പ്രയോഗിക്കാൻ നമ്പ്യാരാശാൻ്റെ അടുത്ത് പോയപ്പോൾ ആശാൻ പോലും പറഞ്ഞു ഇത് ചെയ്തു നോക്കാൻ കുറച്ച് കഷ്ടമാണ്. കാരണം അത്ര മൈന്യൂട്ടായിട്ടാണ് അന്നത്തെ നാട്യശാസ്ത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത്. കണ്ണിൻ്റെ ഏത് അറ്റം കൊണ്ട് നോക്കണം, കോർണറിലേക്ക് പോകണമെന്ന് മാത്രമേ ട്രാൻസ്ലേഷൻസിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് എത്ര ദൂരം പോവാം, എത്ര അടുത്ത് വരാം, ഏത് തട്ടിൽ കൂടെ നോക്കണം എന്നുള്ളത് അറിയില്ല. മറ്റൊരു ഭാഗ്യം കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി. ഇന്ന് PK നാരായണൻ നമ്പ്യാർ ആശാൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതുകൊണ്ട് ഇന്ന് മാണി മാധവ ചാക്യാർ ഗുരുകുലത്തിൽ ഇവിടെ ഇതേപോലെ 7:30 ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഈ ഒരു സീരീസ് ഓഫ് ലെക്ചർ തുടങ്ങുകയാണ്. കാരണം എനിക്കത് അവിടുന്ന് വളരെ അഭേദ്യമായിട്ടൊരു ബന്ധം അവിടെ ഉണ്ട്. കാരണം ഇതേപോലൊരു കൂത്തമ്പലത്തിൽ ഇരുന്നിട്ട് കുറേ കാലം കൂടിയാട്ടം പഠിക്കാനും ആശാൻ്റെ അടുത്തുനിന്ന് സംസ്കൃതം പഠിക്കാനും ജയന്തി ടീച്ചറുടെ അടുത്തുനിന്ന് ഇത് കൂടി ചെയ്യുവാനും റിസർച്ച് വർക്കുകൾ ചെയ്യുവാനും എല്ലാം ഒരു അവസരം കിട്ടിയതാണ്. അതുകൂടി ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഡോക്ടർ ഗീതയോട് പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ബോഡി കെനറ്റിക്സിൻ്റെ കൃത്യമായ ഒരു പഠനം ഈ പ്രഭാഷണത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. പ്രത്യേകിച്ച് കച്ചേരി സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഭരതനാട്യത്തിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന ആ സമ്പ്രദായത്തിനെ ഫോളോ ചെയ്യണമെന്നും ഈ പ്രഭാഷണത്തിൽ കേൾക്കാനായി. പക്ഷേ തട്ടടവ്, നാട്ടടവ് അല്ലെങ്കിൽ മണ്ടിയടവ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഭരതനാട്യത്തിൽ പ്രത്യേകിച്ച് സതീരാട്ടങ്ങളിൽ അവരുടെ ഒരു പാഠ്യസമ്പ്രദായം, കളരി സമ്പ്രദായങ്ങളിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്നാൽ മോഹിനിയാട്ടത്തിൽ 30 അടവുകൾ എന്നുള്ള രീതിയിൽ ചിന്നമ്മയുടെ ശേഷമുള്ള കലാമണ്ഡലത്തിൻ്റെ സ്കൂളിൽ ഡെവലപ്പ് ചെയ്യുകയും പിന്നീട് ഓരോ വ്യക്തികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അടവുകൾ കൂട്ടിച്ചേർക്കുകയും അതിന് കുച്ചിപ്പുടിയുടെയോ മറ്റുള്ളതിൻ്റെയോ സാങ്കേതികമായിട്ടുള്ള ലാസ്യ സമ്പ്രദായം അതിലേക്ക് കൂട്ടിച്ചേർത്ത് അതിനെ വിപുലീകരിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് നിലവിലുള്ള അടവുകളെ കലാമണ്ഡലമോ ഇല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസ്ഥാപിതമായ സ്ഥാപനങ്ങളോ കൃത്യമായി ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടോ, നടത്താൻ സാധിക്കില്ലേ? ഈ അടവുകളുടെ ക്ലാസിഫിക്കേഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ ചൊൽക്കെട്ടുകളുടെ ഡെവലപ്മെൻറ്റിലേക്കും മറ്റുള്ള അതിൻ്റെ നൃത്തപരമായിട്ടുള്ള ഒരു 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 വിപുലമായിട്ടുള്ള ഒരു സാധ്യതയ്ക്കുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അടവുകളെ എത്രത്തോളം ക്ലാസിഫൈ ചെയ്യാൻ മോഹിനിയാട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇനി സാധിക്കും? വളരെ റെലവൻ്റ് ആയിട്ടൊരു ചോദ്യമാണ് ഇത്. സാധാരണ കുട്ടികളുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാവേണ്ടതായിരുന്നു. എൻ്റെ ഒരു അനുഭവത്തിൽ വെച്ചിട്ട് ഈ 30 അടവുകൾ യാതൊരു ക്ലാസിഫിക്കേഷനും ഉണ്ടായതല്ല. 30 അടവുകളായിട്ട് അങ്ങോട്ട് വന്നു. ഈ അടവ്, അത് കഴിഞ്ഞ് അടുത്ത അടവ്, ഇതിന് ഒരു ക്രമീകരണം, അതെങ്ങനെയാണ് അത് 1-ന്ന് 2-ലേക്കായ 2-ന്ന് 3-ലേക്കായതെന്ന് അതറിയില്ല. അങ്ങനെ 30 എണ്ണം ഉണ്ടാക്കി വെച്ചു. ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് സത്യഭാമ ടീച്ചർ. അത് ഒന്നുമില്ലായ്മയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച ആ 30 അടവുകളാണ്. ഈ 30 അടവുകളെ കോർത്തിണക്കിക്കൊണ്ട് തന്നെ ടീച്ചർ ഒരു ചക്രവാകം ചൊൽക്കെട്ടും ചിട്ട ചെയ്യുകയുണ്ടായി. ആ ചൊൽക്കെട്ട് പഠിച്ചാൽ മതി, ആ 30 അടവും അതിൽ പഠിക്കും. ഇത്തരത്തിൽ നിന്ന് മാറ്റം വന്നത് ഇപ്പം പറഞ്ഞ ആ നൃത്ത സമ്പ്രദായത്തിലേക്ക് ഈ 30 അടവുകൾ മതിയോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ പ്രചരിപ്പിക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. ഇത് മാത്രമല്ല, സ്പേസ് യൂസേജ്,
ഈ വേദിയിലുള്ള സ്പേസിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇതുപോലെ കുറച്ച് ആളുകൾ ഇരുന്ന് ഒരു കുഞ്ഞു സദസ്സിലിരുന്ന് കാണുന്ന, ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ 9ാം ക്ലാസ്സിലൊക്കെ ഞാൻ മോഹിനിയാട്ടം ചെയ്തിരിക്കുന്നത് ഇത്രയൊന്നും വലിയ സ്റ്റേജൊന്നും അല്ല. കുഞ്ഞു സ്റ്റേജിൽ ചിലപ്പോൾ കറണ്ട് പോവും, അപ്പോൾ പെട്രോൾ മാക്സ് കത്തിച്ച് വെക്കും, അതല്ലെങ്കിൽ ഒരു നിലവിളക്ക് കത്തിച്ച് ചെയ്തോ എന്ന് പറയും. അങ്ങനെ വർണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ അതിൻ്റെ മാത്രം ഇത്രയും കോസ്റ്റ്യൂമില്ല, ഡ്രസ്സില്ല, ഇത്രയും വെളിച്ചമില്ല. അപ്പോൾ അത്രയും മാത്രം സ്ഥലത്ത് നിന്നുകൊണ്ട് ചെയ്താൽ അത് ആളുകളിലേക്ക് എത്തും. ഇത്ര ഒരു കൂട്ടമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നങ്ങനല്ല. ഇന്നിങ്ങനെ ഒരു മൈക്കിൻ്റെ ഉപയോഗം വരുന്നു, വെളിച്ചം വരുന്നു, ഇത്രയും ആളുകൾ നിരന്നിരിക്കുന്നു. ഒരുപക്ഷെ ഈ സ്റ്റേജിൽ നിന്ന് അറ്റം വരെ കാണണമെങ്കിൽ ഈ കുട്ടിയുടെ കോസ്റ്റ്യൂം ഗംഭീരമാവണം, ഈ കുട്ടിയുടെ മേക്കപ്പ് ഗംഭീരമാവണം. ഒട്ടും ഡ്രസ്സ് ചെയ്തിട്ടും മേക്കപ്പ് ചെയ്തിട്ടൊന്നും പറ്റാതെ കുട്ടികൾ സ്റ്റേജിൽ കയറാറുണ്ട്. ഈ രീതിയിൽ എങ്ങനെയാണ് മോഹിനിയാട്ടത്തെ കാണുക? ഒരു വെള്ള വേഷവും ധരിച്ചിട്ട് അവിടെ വരുമ്പോൾ മോഹിനിയാട്ടം എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പം അമ്പിളി ചെയ്തപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അമ്പിളി ആ ഒരു അടവും കൂടെ ചെയ്യാൻ പറ്റുമോ? ആ സ്പേസ് യൂസേജിനുള്ള ഒരു അടവാണ്. മുന്നിൽ കൂടെ കാല് വന്നിട്ട് ലീലാവ ടീച്ചർ ചെയ്യുന്ന ഒരു അടവിൽ ഏറ്റവും ആ സ്പേസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണാം. 3 4 ത ധീ താ ധീ. അവൾ അത്രയും കുറച്ച് സ്ഥലം ഉപയോഗിച്ചത്. ഇനി അടുത്തത് ടീച്ചർ എങ്ങനെ വരികയെന്നറിയോ? 3 4 ധി തേ തൈ ധി തേ തേ. അത്രയും ഭാഗം പോയി. അപ്പം ഇങ്ങനെ ഒരു സ്പേസ് ആ ഒരു വേദിയിൽ അവനവൻ നിൽക്കുമ്പോൾ അവനവൻ്റെ ചുറ്റിലും ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു സാമാന്യ ബോധമുള്ള ഒരു നർത്തകിക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു സന്ദേശം കൂടി ടീച്ചറുടെ അടവുകളിലുണ്ട്. ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ കോർവേ അടവ് പോലെ ഇതിൻ്റെ തന്നെ പൂർവാംഗം ഉത്തരാംഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തദ്ധി താതി അത് പൂർവാംഗമാണെങ്കിൽ ധി തിത്തൈ എന്ന് ചെയ്യുന്നത് ഉത്തരാംഗമായിട്ട് കണക്കാക്കാം. ഇങ്ങനെ ഭരതനാട്യത്തിൻ്റെ അടവുകളോട് സാമ്യം പുലർത്തുന്ന അടവുകളല്ല, അതല്ലാതെ ഇതിനൊരു ബോഡി മെക്കാനിക്സ് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ലീലാമ്മ ടീച്ചർ ഈ അടവുകൾ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, ഇത് ആദ്യത്തെ MA ബാച്ചിൽ ഇത് സിലബസിൽ ഉൾപ്പെടുത്തുകയും ഞാൻ അടക്കമുള്ളവർ അത് പഠിക്കുകയും അത് കൃത്യമായി 2000 ശില്പശാലയിലാണ് ഇത് കൊണ്ടുവന്നത്. അതിനുശേഷം ഈ MA ബാച്ചിൽ അതിന് സിലബസിൻ്റെ ഭാഗമായി മാറ്റി കേരള കലാമണ്ഡലത്തിൽ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ അതിനത് അവിടുന്ന് എടുത്തു കളഞ്ഞു. വീണ്ടും ഈ 30 അടവുകളിലേക്ക് തന്നെ വന്നു. അതവിടെ ബേസാണ്. 30 അടവ് ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞ് മെയ്വഴക്കം വന്ന കുട്ടികളെ വേണമെങ്കിൽ നമുക്കിത് പരിശീലിപ്പിക്കാമായിരുന്നു. കുട്ടികൾ എന്നാൽ ഈ അടവുകൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. കേരള കലാമണ്ഡലത്തിൽ നിന്ന് ചെറിയ കോഴ്സുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചറുടെ കീഴിലോ പഠിച്ചു പോയവരെല്ലാം ഈ അടവുകൾ പല വേദികളിലായി പല തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരാളും ടീച്ചറുടെ പേര് എവിടെയും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ആരും പറയാറില്ല. പക്ഷേ ഇത് ടീച്ചർ ചിട്ട ചെയ്യുന്നത് ടീച്ചർ ഒരിക്കലും അവകാശപ്പെട്ടിട്ടുമില്ല കേട്ടോ. അത് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇത് 30 അടവിൽ നിന്ന് എങ്ങനെ വിപുലീകരിച്ചു എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ല, രമേശിനോടാണ് എൻ്റെ, അതായത് ഇത് കലാമണ്ഡല ശൈലിയാണ് പറയുന്നത്. നമുക്ക് വേറൊരു ശൈലിയുണ്ട്, അത് ആ ടീച്ചറും കലാമണ്ഡലത്തിൽ പഠിച്ചതാണ്. പക്ഷെ വേറൊരു ഗുരുവിൻ്റെ കൃഷ്ണപ്പണിക്കരാശനാണ് കല്യാണിക്കുട്ടിയമ്മ ടീച്ചർ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷമാണ് രണ്ടാമത്തെ ചിന്നമ്മ ടീച്ചർ വരുന്നത്. അപ്പം കൃഷ്ണപ്പണിക്കർ എന്ന് പറയുന്നത് ഒരു ഗുരുവായിരുന്നു, യഥാർത്ഥ ഗുരു. മറ്റതൊരു കല്യാണി നമ്മളെ പോലെ അല്ലെങ്കിൽ പഠിച്ച് പാസ്സായ ഒരു കുട്ടി. അപ്പോൾ ഈ അത് തന്നെ ഒരു എല്ലാ കല്യാൺകുട്ടിയമ്മ ടീച്ചർ അതിനെ അന്നും ഈ പറഞ്ഞ പോലെ തകണം ജഗണം 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 ധഗണം വക്രം സമ്മിശ്രം, അങ്ങനെ വക്രം അല്ലെങ്കിൽ സമ്മിശ്രം, അങ്ങനെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ ഞാൻ എൻ്റെ ഈ ഇന്ത്യ ആർട്ട് റിവ്യൂവിൽ ആർട്ടിക്കിളിൽ കൊടുത്തിട്ടുണ്ട്. 108ാമത്തെയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതിലെല്ലായിടവും പറഞ്ഞിട്ടുണ്ട്. അത് വേറെയാണ്, ഇതല്ലേ ചെറിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇപ്പം ഞാൻ പറഞ്ഞ സ്പേസ് യൂസേജിൽ മാറ്റമുണ്ട്, കാല് വെക്കുന്നതിൽ മാറ്റമുണ്ട്. അത് വേറൊരു ശൈലി എന്നല്ല, ഇതിൽ നിന്ന് ചെറിയൊരു അതായത് കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ 2 ശൈലി ഉണ്ടായിരിക്കും. അതിപ്പോഴും അവരവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞു വന്നത് കേരള കലാമണ്ഡലത്തിന് അകത്ത് നിൽക്കുന്നവരാണ് ഇത് ശരിക്കും കൊണ്ടുവന്ന് അതിനെ വിപുലീകരിച്ച് ഇതിനെ ഇനിയും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടീച്ചർ ചെയ്തു വെച്ചിരിക്കുന്ന 6 ഗ്രൂപ്പുകളിൽ ഇനിയും കുറേ എണ്ണത്തിനെ മാറ്റി മറ്റൊരു ഗ്രൂപ്പാക്കാം.
ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തട്ടടവ് നാട്ടടവ് എന്നുള്ള നിലയിൽ നമുക്കതിനെ വീണ്ടും വിപുലീകരിച്ച് എടുക്കാവുന്നതാണ്. ധാരാളം സ്പേസ് കൊടുത്തിട്ടാണ് ടീച്ചർ പോയിരിക്കുന്നത്, അതുകൂടിയുണ്ട്. ഒട്ടനവധി സ്പേസ് കൊടുത്തിട്ടാണ് ടീച്ചർ പോയിരിക്കുന്നത്. നമസ്കാരം, ഞാൻ അണിമ. ഒരുപാട് സന്തോഷം പ്രഭാഷണം കേട്ടതിൽ. ലീലാമ്മ ടീച്ചറുടെ നേരിട്ടല്ല, പക്ഷേ ലീലാമ്മ ടീച്ചറുടെ ഒരു പരമ്പരയിൽ ഞാനും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രഷി ടീച്ചറുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. കൃഷ്ണപ്രിയൻ്റെ സഹപാഠിയായിരുന്നു. അപ്പോൾ ടീച്ചറുടെ സത്യഭാമ ടീച്ചറെയും ലീലാമ്മ ടീച്ചറെയും സത്യഭാമ ടീച്ചർ ചെയ്തതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ ലീലാമ്മ ടീച്ചറിലേക്ക് എത്തുമ്പോഴേക്കും മോഹിനിയാട്ടത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലായിട്ടുള്ളത്, കലാമണ്ഡലം ശൈലിയിൽ. തീർച്ചയായിട്ടും ഒരുപാട്. അപ്പോൾ ആ ഒരു വ്യത്യാസത്തെക്കുറിച്ചും കൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, സത്യഭാമ ടീച്ചർ ചെയ്തിരുന്ന നിലയല്ലല്ലോ ലീലാമ്മ ടീച്ചറിലേക്ക് വരുമ്പം, ഈ വൈഷ്ണവ പാദത്തിലേക്ക് വരുമ്പോൾ വരുന്നത് നില ഒന്ന് തന്നെയാണ്. സത്യഭാമ ടീച്ചറുടെ കാല് കുറച്ചുകൂടെ അകന്നിട്ടായിരുന്നില്ല? ഇല്ല, ടീച്ചർ ഇത് തന്നെയാണ്. അകത്തി വെച്ചിരുന്ന രീതി എങ്ങനെയാണെന്നറിയോ? ടീച്ചർ പറഞ്ഞിരുന്നത്, സത്യഭാമ ടീച്ചറുടെ കളരിയിൽ ഞാൻ നിന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ടീച്ചർ കാലിങ്ങനെ നിന്നിട്ട് ഈ കാലിങ്ങോട്ട് തിരിക്കും, എന്നിട്ട് ഈ കാലിങ്ങനെ വെച്ചിട്ട് രണ്ടിനിങ്ങനെ, ഇതേ സ്പേസ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചതേ. സെയിം തന്നെയാണ്, സെയിം സ്പേസ് ആണ് ഉപയോഗിക്കുന്നത്. 1.5 സ്പാനേ നമ്മൾ അകത്തുന്നുള്ളൂ കാല്. സത്യഭാമ ടീച്ചറുടെ അത് തന്നെയാണ്. ടീച്ചറുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നിലയിൽ ഒരു ചെറിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൈയിൻ്റെ അതാ ഞാൻ പറയാം, കൈയിൻ്റെ മാറ്റം കുറച്ചുണ്ട്. കൈ പറയുന്ന പോലെ ടീച്ചർ കുറച്ചുകൂടി നീട്ടി. റേഡിയസ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ കുറവായിരുന്നു. അതായത് ഇപ്പം പറഞ്ഞില്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു നീട്ടമാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് അങ്ങനെ ഒരു കണക്ക് കൃത്യമായി പറഞ്ഞിരുന്നോ എന്നറിയില്ല. മോളിൽ കൂടെ 3/4 നമ്മൾ കൈവിടും. 3/4. അതെ 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 അതെ, വ്യത്യാസമുണ്ട്. ഇല്ല. അപ്പൊ എല്ലാം അതെ തന്നെ. അതെ, നമ്മുടെ ഇത് ആശാനിപ്പോ മോഹിനിയായിട്ട് അറിയായിട്ടല്ല, പക്ഷെ ആശാന്റെ കൊച്ചുമോല് ആശാന്റെ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സ്ത്രീകളുടേതായ പാകം വരുമ്പോ മാറിലൊതുങ്ങുന്ന. അതന്നെ, മാറിലൊതുങ്ങുന്ന, അതന്നെ ആ രീതിയിൽ തന്നെയാണ് പറയണത്. ഇത് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ വ്യത്യാസമാണ് അണിമ. അതെന്താണെന്നറിയോ, ഈ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ സത്യഭാമ ടീച്ചറുടെ കാലത്തുനിന്ന് ലീലാമ്മ ടീച്ചർ വന്നു, അതൊന്ന് പരമ്പരയാ അതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു തണ്ണിമത്തനെടുത്ത് അതിൽ സീഡ്സ് കുറേ ഉണ്ടാവില്ലേ, ഈ സീഡ്സ് എവിടെ പോയിരിക്കണത്? അതിൻ്റെയൊക്കെ ഓട്ടിലല്ലേ പോയിരിക്കണത്. ഇതേപോലെ കുറേ സ്പേസ് ടീച്ചർ വിട്ടു, സത്യഭാമ ടീച്ചർ വിട്ടു. ഇങ്ങനെ ഊർധ്വമായിട്ട് നമ്മൾ ചർച്ചയ്ക്കും ഗവേഷണത്തിനും പുതിയ പുതിയ പ്രയോഗങ്ങൾക്ക് സ്ഥാനം കൊടുത്തെങ്കിൽ മാത്രമല്ലേ ഇത് വലുതാവുള്ളൂ. ആ ഒരു രീതിയിൽ ആ 30 അടവിൽ നിന്ന് ടീച്ചർ അത് ഉണ്ടാക്കിയെടുത്തത് ഇത്തരത്തിലൊരു ചിന്തയാണെന്ന് മാത്രം. ഇനിയും നമുക്ക് വർക്ക് ചെയ്യാം, ഇനിയും വർക്ക് ചെയ്യാം, ഇതിനെയും നമുക്ക് വിപുലമാക്കാം. പക്ഷെ ആ ബൗണ്ടറി ഉണ്ടല്ലോ, അത് ഇലാസ്റ്റിക് പോലെ വലിഞ്ഞു പോകണമെന്നല്ല, അത് വലിഞ്ഞു പോയി മുറുകി പൊട്ടിക്കഴിഞ്ഞാൽ ഇനി ഈ സാധനങ്ങളൊന്നുമല്ല. ആ പൊട്ടലാണ് ഇന്നത്തെ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് പ്രശ്നം. പക്ഷേ ഇത് വേറൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിങ്ങനെ മുമ്പോട്ട് പോയാൽ കലാമണ്ഡല ശൈലി ഓക്കെ, അതിനൊരു ചിട്ടയുണ്ട്. കല്യാൺകുട്ടിയമ്മ ശൈലി അത് വേറെ ചിട്ട. ഇപ്പോൾ ഭരതനാട്യം എടുത്തു നോക്കുള്ളൂ, തഞ്ചാവൂരുണ്ട്, അതെ, കുറേ ഉണ്ട്, ആരും വഴക്കില്ല. പക്ഷേ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ചിട്ടയില്ലാത്ത ഒരുപാട് ഗുരുക്കന്മാർ വരുന്നുണ്ട്. അപ്പോൾ എവിടെ പോയി നിൽക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അങ്ങനെ എത്രയോ ഓരോരോ ശൈലി വന്നിട്ട് ആർക്കും അറിയില്ല ഏതാണ് ശരി, ഏതിലാണ് തുടങ്ങേണ്ടതെന്ന്. അതൊന്ന് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് മാറ്റിയെടുക്കാൻ ഒരേ സ്ഥലത്തിന് പറ്റുള്ളൂ, അത് കലാമണ്ഡലത്തിൽ. അതന്നെ, അത് തീർച്ചയാണ്. താങ്ക് യു. എന്നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. ഇങ്ങനെ ഒരു ഇൻ്റലിജൻസ് ആയിട്ട് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഒരു ചൊല്ലും കൂടി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അഭിനവ ഭാരതി നാട്യശാസ്ത്രത്തിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അഭിനവാചാര്യൻ എഴുതിയ. അല്ല, നമ്മുടെ ഇവർ ചെയ്തു, സുഗന്ധി ടീച്ചർ ചെയ്തു. പക്ഷെ ഇങ്ങനെ കൃത്യമായിട്ടൊരു കണക്ക് പറഞ്ഞ് ചെയ്തിട്ടില്ല. പക്ഷെ അത് മാത്രം ആവരുതെന്നുള്ള ഒരു തീർച്ചയായിട്ടും. അതായത് കുഞ്ഞുണ്ണി മാഷ് പറയുന്ന പോലെ ഒന്നും എന്താന്ന് വെച്ചാൽ 2 എന്ന് പറയുന്നതല്ല യുക്തി, ഒന്നും ഇമ്മിണി 1 പറയുന്നതിലാണ് കാര്യം. അതാണ് കല എന്നെപ്പോഴും മനസ്സിലുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും ഈ ഉരോങ്കണയാണോ ലഡ്ഡിയാണോ ഒയാരകയാണോ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കൈ ഇങ്ങനെ കൊണ്ടുപോയി അത് ശരിക്കും എൻ്റെ ഇതില് നമ്മളുടെ ഒലക്ക എടുത്തിരിച്ചാണ് അരി ഉണ്ടാക്കിയത്. കണ്ടിട്ടുണ്ട്. അതൊന്ന് ലാസ്റ്റിയാക്കി നോക്കും. അതന്നെ
അതാണ് പറയുന്നത്, ഈ നേച്ചുറലിൽ ഇല്ലാത്തതൊന്നുമില്ല, ലോകത്തില്ലാത്തതൊന്നും ഇതിൽ പറയുന്നില്ല. നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, ഓരോരുത്തരും ഇരിക്കുന്ന രീതി, ആ ഉപവിഷ്ട സ്ഥാനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. നമ്മളതിനെ ഒന്ന് നാട്യധർമ്മി രൂപത്തിലേക്ക് ആക്കി ലോകധർമ്മി ഇവിടെ പ്രദർശിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യം എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫ്രെയിം മുറുകി അങ്ങോട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്തും ചെയ്യാം. കുറേ കാല് പൊക്കാം, അല്ലെങ്കിൽ കുറേ കൈ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കുറേ ഓടാം, ചാടാം, തിരിയാം എന്നൊക്കെ പറഞ്ഞു വന്നതിന് ലാസ്യഭംഗി പോയില്ലേ അതിൽ. അഭിനവാചാര്യൻ പറയുന്നത്, അത് പറയാതെ എനിക്ക് ഇവിടുന്ന് അവസാനിപ്പിക്കാൻ പറ്റില്ല, അവസാനത്തെ വാക്കാണ്. ഊർധ്വമായിക്കൊണ്ട് ധാരാളം നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ചു കൊണ്ടേ ഇരുന്നാൽ മാത്രമേ ഇത്തരം ചർച്ചകളും ഇത്തരം പ്രവർത്തനങ്ങളും നടക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ കലയും കലാകാരനും വളരുകയുള്ളൂ, എല്ലാവരെയും സമസ്ഥിതിയിൽ കാണുവാനും സാധിക്കുകയുള്ളൂ എന്ന ആചാര്യൻ്റെ ഒരു മതം ഇവിടെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദിയും സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കഥകളി ട്രസ്റ്റിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ശ്രീ രമേശൻ നമ്പീശൻ അവർകളോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ക്ലബിൻ്റെ ഭാഗത്തുനിന്ന് എത്ര അധികം നന്ദി പറഞ്ഞാലും ഇങ്ങനെ പണ്ഡിതോചിതമായിട്ടുള്ള ഇത്രയധികം വിവരങ്ങൾ ഒരു ചെറിയൊരു സമയ പരിധിക്കുള്ളിൽ അർത്ഥവത്താകുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണവും അനുസ്മരണ പ്രഭാഷണം നടത്താൻ സാധിച്ചതിൽ ക്ലബിൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും ഡോക്ടർ ഗീത ശിവകുമാറിനോട് നന്ദി പറയുന്നു. ഡോക്ടർ ഗീത ശിവകുമാറിനെ കഥകളി ക്ലബ്ബ് സുവർണമുദ്ര നൽകി ആദരിക്കുന്നു. ഒപ്പം കൃഷ്ണപ്രിയയെയും ഇരിങ്ങാലക്കുട അഭിമാനമായ ഗുരു നിർമ്മല പണിക്കരെയും ആദരിക്കുന്നു.